ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സഭാരാധനയ്ക്ക് വൈകിവേള നിങ്ങളൊപ്പം ഈ ആലയത്തിൽ ആദ്യമായിട്ട് കടന്നൊരുപാടൊക്കെ കൊണ്ട് കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ എല്ലാ കൃപയ്ക്കും ആ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രാർത്ഥനയും പല ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ഇടയാക്കി. എന്നാൽ ഇന്നലെ പാസ്റ്ററെ കാണുവാനും സംസാരിപ്പാനും ഒക്കെ ഇടയാക്കി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ സഭാരാധനയിൽ വന്ന് സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കി. ബഹുമാന കർത്തദാസനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണേ. എല്ലാവരെയും കർത്താവ് യേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഒരു സ്തോത്രം കൊടുക്കാമോ? കരകോർത്തി. ഞാൻ പറഞ്ഞ മലയാളം ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഫ്ലോ ആയിരിക്കും. തമിഴ് പറയാം, പക്ഷേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അല്പം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ തക്കവണ്ണം പറ്റും. ഇല്ലെങ്കിൽ പിന്നെ വേർഡ് എടുക്കാൻ തക്കവണ്ണം കാത്തിരിക്കണം. സൂത്രം തമിഴ് വേണ്ട സൂത്രം. ഓക്കെ, എങ്കിലും ദൈവാത്മാവ് നമ്മോട് ഇന്ന് സംസാരിക്കട്ടെ. വളരെ ഗൗരവത്തോടെ ദൈവം തന്നിരിക്കുന്നതായ ഒരു വചനം ദൈവമക്കളുടെ ദൈവശബ്ദ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം, എഫേസ്യർ ചാപ്റ്റർ 3 വേഴ്സസ് 20. 20-ാം അധ്യായത്തിന്റെ 3-ന്റെ 20-ാമത്തെ വാക്യം. மிகவும் அதிகமாய் நமக்குள்ளே கிரியை செய்கிற வல்லமையின்படியே நமக்கு செய்ய வல்லவராகிய அவருக்கு சபையிலே கிறிஸ்துவின் மூலமாய் ക്രിസ്തു യേശുവിലും അടുത്ത தலைமுறை தலைமுறைக்கும் എന്നേക്കും എന്നേക്കും അവർക്ക് മഹിമ ഉണ്ടാവதாக. സദാകാലത്തേക്കും. മലയാളത്തിൽ ആദ്യം എന്നേക്കും കൊടുത്തിട്ട് പിന്നെ തലമുറ തലമുറ കൊള്ളാം. അപ്പോൾ ആ വാക്കിൽ നമുക്ക് വളരെയധികം പരിചയമുള്ള വാക്യമാണ്. അത് ഞാൻ വളരെ സ്ലോവിൽ നിങ്ങൾക്ക് ആ വിഷയത്തിന്റെ ബോധ്യം തരാം. കാര്യം ഈ ദൈവജനത്തോട് ഈ സഭയോട് കർത്താവിനൊരു വാക്തത്വം കിടക്കുന്നതുകൊണ്ട് ആ വാക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ദൂതനെ നന്നായിട്ട് സംസാരിക്കാം. അപ്പോൾ ആ വാക്കിനകത്ത് നമുക്ക് നന്നായിട്ട് പരിചയമുള്ള പദമാണ് എന്നാൽ. നാം ചോദിക്കുന്നതിനും നാം നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ എന്നിൽ അല്ലെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കഴിയും. അത് എപ്പോഴൊക്കെ? അത് സഭയ്ക്കകത്ത് കഴിയും, അത് ക്രിസ്തു കൂടി കഴിയും. 3-ാമത്തെ കാര്യം എന്നേക്കും, തലമുറ തലമുറയായി. അപ്പൊ എവർലാസ്റ്റിംഗ് എന്ന വാക്കിലേക്ക് വരണം. അപ്പൊ ഇത്ര ലോങ് ലൈഫിൽ ഒരു മെസ്സേജ് ആണ് ഈ എഫേസ്യ ലേഖനത്തിന്റെ പരിശുദ്ധാത്മത്തിന്റെ വാക്ക്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിനകത്ത് 6 അധ്യായമുണ്ട്. 6 അധ്യായം. ഈ 6 അധ്യായത്തിന് 154 വാക്യമുണ്ട്. 154 വാക്യം. അവൻ പൗലോസിന്റെ സഭയോടുള്ള ലേഖനത്തിനകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് സഭയെ പണിയാൻ, സഭയെ ഐക്യപ്പെടുത്തുവാൻ, സഭയെ വളർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഈ 154 വാക്യമുള്ള എഫേസ്യ ലേഖനം. അതിനകത്ത് ക്രിസ്തു എന്ന് പറയുന്നത് ദൈവസഭയുടെ തലയും നാം അവന്റെ ശരീരമായതുകൊണ്ട് തല എങ്ങനെയാണോ അതാണ് ശരീരം. തല ശരിയല്ലെങ്കിൽ ശരീരവും ശരിയല്ല. അപ്പൊ തല ശരിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും ശരിയായി. സ്വന്തം. അപ്പൊ പൗലോസിന് 14 ലേഖനമുണ്ട്. 14 ലേഖനം. ആ 14 ലേഖനത്തിനകത്ത് 4 ലേഖനത്തെ കാര്യാഗ്രഹ ലേഖനമാണ്. കാര്യാഗ്രഹ ലേഖനം ജയിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനമാണ്. അപ്പൊ ഈ 4 ലേഖനവും, 1 എഫേസ്യ ലേഖനം, 2 ഫിലിപ്പി ലേഖനം, 3 കൊലോസ്യ ലേഖനം, 4 ഫിലോമൻ ലേഖനം. അപ്പൊ ഈ 4 ലേഖനത്തെയും കാര്യാഗ്രഹത്തിലെ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ കാര്യാഗ്രഹത്തിൽ കിടന്ന് തല്ലും വഴക്കും ഒക്കെ കൊണ്ടിട്ട് വെളിപ്പാട് പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്റെ ആത്മമണ്ഡലത്തെ തുറന്ന ദിവസങ്ങളായിരുന്നു തന്റെ കാര്യാഗ്രഹത്തിൽ കിടന്ന വാക്ക്. സാധാരണ നമ്മൾ കാര്യാഗ്രഹത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും. എപ്പോഴെങ്കിലും വിട്ടെങ്കിൽ മതിയായിരുന്നു, എന്നെ വെളിയിൽ വിട്ടെങ്കിൽ പറ. ഈ പുള്ളി പറയുന്നത് വെളി വിടാതിരിക്കാനാണ്. മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ സ്വന്തം നമ്മളെന്ന് പറയും ഒന്ന് വെളിയിലോട്ടൊന്ന് പോയാൽ മതി. അപ്പോൾ പൗലോസ് പറയുന്നു വെളി വിടണ്ടായിരുന്നു. എന്താ കാര്യം? അവിടെയാണ് നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട്, മിസ്റ്ററി, രഹസ്യം.
ദൈവം പഠിപ്പിച്ച സ്ഥലമാണ് കാരാഗ്രഹം. മനസ്സിലാവുമോ? സ്വന്തം പറഞ്ഞു. ദൈവത്തിന്റെ ഹൃദയത്തെ പൗലോസിന് വേണ്ടി തുറന്നത് കാരാഗ്രഹത്തിനകത്ത് വെച്ചാണ്. അവിടെയാണ് മിസ്ട്രി, മർമ്മം, രഹസ്യം, സീക്രട്ട് മൊത്തം, ക്രിസ്തുവിന്റെ രഹസ്യം മൊത്തം പൗലോസിന് തുറന്നു കൊടുത്ത സ്ഥലമാണ് കാരാഗ്രഹം. കാര്യങ്ങളെ തട്ടി ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കാരാഗ്രഹം വെളിപ്പെട്ട് വരാം. പക്ഷെ അതിനകത്ത് ദൈവത്തിന്റെ മർമ്മം മനസ്സിലാക്കാൻ നമുക്ക് ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു സന്തോഷം ലോകത്ത് വേറെ ഇല്ല. 95 വാക്യം കൊലോസിനകത്തും 95 വാക്യം 4 അധ്യായവും 95 വാക്യവും കൊലോസിനകത്തിലാണ്. അപ്പോൾ എഫേസ്യ ലേഖനം കൊലോസ്യ ലേഖനം തമ്മിൽ ചേർത്ത് വെച്ച് പഠിച്ചെങ്കിലേ ഇതിന്റെ വെളിപ്പാടകത്തുള്ളൂ. അതിനകത്ത് ഒരു ചെറിയ വാക്ക്, രണ്ടാമത്തെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്തിട്ട് ഞാൻ വെളിപ്പാട് വരെ വായിച്ചു. നിങ്ങൾ ആ വാക്യത്തിന് തമിഴ് കൊണ്ട് വായിക്കാമോ? താങ്ക് യു സിസ്റ്റർ. நியாயமான தாழ்மையிலும் தேவ தூதர்களுக்கு செய்யும் ஆராதனையிலும் காணாதவைகளிலே துணிவாய் நுழைந்து தன் மாம்ச சிந்தையினாலே வீணாய் இருமாப்பு கொண்டிருக்கிற எவனும் உங்கள் பந்தய பொருளை நீங்கள் இழந்து போகும்படி உங்களை வஞ்சியாதிருக்க பாருங்கள். അതാണ് വാക്യം 2:19-2:19 ആണോ? ഞാൻ പറഞ്ഞു കണുക്കളാലും கிறிஸ்துவை பற்றினது கணுக்களாலும் கட்டுகளாலும் உதவி பெற்று நினைக்கப்பட்டு தேவ வளர்ச்சியாய் വളർന്നിരിക്കുന്ന ശരീരം മുഴുവനും ആദരിക്കുന്ന തലയെ പറ്റി കൊള്ളാമത്. അതൊന്ന് മനസ്സിലാക്കുക. ക്രിസ്തു തലയാണ്. കൊലോസ്യർ 2:19 ക്രിസ്തു തലയാണ്. ആ തലയിൽ നിന്നും ഒരു ശക്തി ശരീരത്തിലോട്ട് വരും. അത് സന്ധികളാലും നരമ്പുകളാലും ഏകീഭവിച്ചും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തല ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പൗലോസ് ലഭിച്ച സ്ഥലമാണ് കാരാഗ്രഹത്തിനകത്ത്. സ്വന്തം. അപ്പോൾ ഇന്ന് രാവിലെ ഈ സഭയോട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന വാക്ക്, സഭയ്ക്ക് ഒരു വളർച്ചയുണ്ട്. സഭയ്ക്ക് വളർച്ച മനുഷ്യന്റെ കയ്യിൽ നല്ല വളർച്ച വരുന്നത്, തലയായ ക്രിസ്തുവിന് വളർച്ച വരുന്നു. ആ വളർച്ച വരുന്നതിന് മുമ്പ് സഭ ഏകീഭവിക്കും എന്ന് പറഞ്ഞാൽ സഭ ഐക്യപ്പെടും, സഭ ഒന്നിക്കും, മൈൻഡ്, ഹൃദയങ്ങൾ, സംസാരങ്ങൾ ഒന്നിക്കും. അങ്ങനെ ഒന്നിക്കുമ്പോൾ ക്രിസ്തുവിനെ ഈ സഭയെ വളർത്താൻ ഭയങ്കര കൊതി തോന്നും. കരമടിച്ചു നാട്ടാൾ പറഞ്ഞാൽ ഈ ക്രിസ്തുവും ശരീരവും തമ്മിൽ ഒന്നാക്കിയിരുന്നാൽ ഒരു പിശാചിന് ഈ സഭയെ തൊടാൻ പറ്റാത്ത നിലയിൽ ദൈവസഭയെ അതിന്റെ ഔന്നത്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് ഹിതമാണ്. ഞാൻ ഇനി ഒരു രസം ഞാൻ പറഞ്ഞുതരാം. ആ വിഷയത്തിന്റെ ഒരു രഹസ്യമായി പറഞ്ഞുതരാം. തലയും ശരീരവും ഒന്നായി കഴിഞ്ഞാൽ പിശാചിനെ അവിടെ കാണാൻ പറ്റുമോ? പിന്നെ ഇവിടെ പിശാച് വന്നേ. നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു സ്റ്റൈലാണ് ഇതാ, പോ പിശാച് പറയത്തില്ലേ? ഇതെപ്പോഴാണ് പിശാച് വരുന്നത്? പറഞ്ഞ എപ്പോഴാണ് പിശാച്? സ്വത്രം പറഞ്ഞു. തലയും ശരീരവും തമ്മിൽ ഡിസ്കണക്ട് ആവുമ്പോൾ ആ കണക്ട് ഇടത്തത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന്റെ പേരാണ് അപ്പോ സാധാരണ പറയുന്നത്. ശരിതാണ്. അപ്പൊ എത്ര നാം നമ്മൾ പറഞ്ഞു പോ പിശാചിനെ? ഇഷ്ടം പോലെ പറഞ്ഞു നമുക്ക് തന്നെ ഒരു ആലോചനമായി. അതിന്റെ കാര്യം ഗ്യാപ്പ് വന്നു അല്ലേ? എന്ത് വന്നു? ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വരக்கூடாது. ഗ്യാപ്പ് വരാതിരിക്കാൻ തക്കവണ്ണം എഫേസ്യ ലേഖനത്തെ പൗലോസ് പറഞ്ഞു 5-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ച ഗ്യാപ്പ് വരാതിരിക്കാൻ തക്കവണ്ണം എഫേസ്യർ 5:15 വേഗത്തിൽ വായിച്ചു. അപ്പോൾ അവിടെ മലയാളത്തിലുള്ള വാക്ക് ആകയാൽ സൂക്ഷ്മത്തോടെ അല്ലെ, അങ്ങനെ ജ്ഞാനമറ്റവരാ ഏറ്റവും ഭയങ്കര ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഡിസ്കണക്ട് ആക്കാൻ ക്രിസ്തുവിൽ നിന്നും ശരീരത്തെ ഡിസ്കണക്ട് ആയിട്ട് ആ ഡിസ്കണക്ട് ആയിട്ട് ഗ്യാപ്പിനകത്തേക്ക് പിശാച് വന്ന് കയറും. ഞാൻ വന്ന് കയറുമെന്ന് പിശാച് പറയുകയാണ്. വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഡിസോർഡർ ആണ് ലൈഫ് മൊത്തം. തകർന്നു പോകും. സ്തോത്രമില്ല, ആരാധനയില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ഒരു വെളിപ്പാടില്ല, ഒരു പ്രവചനമില്ല, ഒരു ആത്മീയ വളർച്ചയില്ല.
എപ്പോഴും ഡ്രൈ, എപ്പോഴും വനാന്തരം, എപ്പോഴും ശൂന്യത വെളിപ്പെട്ടു വരും. അതിനർത്ഥം അകത്തെ ഏതോ പിശാചി ശക്തി കയറിയത് ഞാനും തലയുമായിട്ട് ഗ്യാപ്പായപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആ ശ്രദ്ധിക്കുന്ന വാക്ക് ഗ്യാപ്പ് വിട്ടാൽ പിശാച് കയറും. പിശാച് വന്നാൽ പിശാച് സ്വോത്രം. പണ്ട് ഞാൻ സമയം പ്രസംഗിക്കാൻ പോയപ്പോ സ്വോത്രം അല്പം ലേറ്റ് ആയിപ്പോയി. കാരണം സ്ഥിരം മീറ്റിംഗ് ആയതുകൊണ്ട്, വളരെ ലോങ് യാത്രകളൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം എനിക്ക് അല്പം ലേറ്റ്. പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ അധികം വണ്ടി ഓടിച്ച് എത്തി മാക്സിമം. പക്ഷെ അവിടെ ഒരു പാസ് ഇങ്ങനെ പിശാച് പിശാച് എന്ന് പറഞ്ഞു. അവിടെ സാധു പാസ് അല്ല, അവിടെ ഗസ്റ്റായിട്ട് വന്ന പാസ്. അപ്പൊ ഞാൻ പിന്നീട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ വന്നു, ഞാൻ പിശാചല്ല പാസ്റ്റർ. സ്വോത്രം. അപ്പൊ അധികം ശാസിക്കും ഓർത്തോണം, എന്തോ ദുരന്തം അതിനകത്ത് പുറത്ത് കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പോയി മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആഗ്രഹം സ്റ്റോപ്പ് ചെയ്യാം. പുതിയ മാസത്തിലേക്ക് പോകല്ലേ? അപ്പൊ ഇന്ന് നിർത്തിയിട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് പോകാം. എന്റെ ലൈഫിൽ ശാസിക്കാതെ, എന്റെ ലൈഫിൽ സാത്താൻ കയറാതെ, ഞാനും തലയും ക്രിസ്തു ഞാനുമായിട്ട് എപ്പോഴും കണക്ഷൻ ആയിരിക്കും. അവിടെ ഒരു ഗ്യാപ്പ് വരാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മത്തോടെ, വളരെ ജ്ഞാപകത്തോടെ, വളരെ ശ്രദ്ധയോടെ എന്റെ ആത്മീയ ലൈഫിന് അവൻ പണിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ കാര്യങ്ങളെ അടിച്ചൊന്ന് പറഞ്ഞാട്ട് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, സഭയിൽ, ശുശ്രൂഷയിൽ, എന്റെ വരുമാനത്തിൽ, എന്റെ വേലയിൽ ഒരു പിശാചും കയറാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്രിസ്തു തല, ഞാൻ അവന്റെ ശരീരത്തിന് അവയവമാണ്. അതുകൊണ്ട് എന്റെ മേൽ പിശാചിന് പ്രവേശിക്കാൻ പറ്റില്ല. ഞാനൊരു കുറെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് വരാം. ഈ ടൈം ശരിയല്ല. കാര്യം എനിക്ക് തുടങ്ങാൻ അറിയാം, നിർത്താറിയില്ല. അതുകൊണ്ട് ഓക്കെ. എന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. 6 മണിക്കൂർ പ്രസംഗിച്ച ശീലമുണ്ട്. അപ്പൊ 6 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എന്തുമാത്രം ഒഴുക്കോട് ഓർത്തു. അപ്പൊ അങ്ങനെയൊക്കെ പിടിച്ച് 1 മണിക്കൂർ, അരമണിക്കൂർ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടൈം നോക്കുന്നത്. നിങ്ങളുടെ ടൈം ഒന്നും ഞാൻ മിസ്സാക്കത്തില്ല, നിങ്ങളുടെ ഷെഡ്യൂൾ ഒന്നും ഞാൻ ഡിസോർഡർ ആക്കത്തുമില്ല. അപ്പോൾ വാക്ക് ശ്രദ്ധിക്കണം. എന്താ പറയുക വാക്ക്? നമ്മൾ തല ക്രിസ്തു, ആ ക്രിസ്തു ഞാനുമായ ബന്ധമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ 2 ബാക്ക്ഗ്രൗണ്ട് പറയാം. ഈ പൗലോസിന്റെ 14 ലേഖനത്തിൽ നിങ്ങൾ ആ ദൂതിനെ ഒന്ന് കണക്ട് ചെയ്യണം. ഹലോ ഹലോ, ഒരു വാർത്ത കേക്ക് പാസ്റ്ററിന്റെ മൂത്ത് പാത്രയ്ക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. ആ വാക്കിന് ശ്രദ്ധിച്ച് എല്ലാം ശ്രദ്ധിക്കണം, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, പൗലോസിന്റെ 14 ലേഖനത്തിൽ 136 പ്രാവശ്യം പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ കർത്താവിന്റെ അകത്താണ്, നിങ്ങൾ കർത്താവിന്റെ അകത്താണ്, നമ്മളെല്ലാവരും കർത്താവിന്റെ അകത്താണ്. അത് തമിഴൊന്ന് പേശി നോക്കി പറഞ്ഞു. ഞാൻ കർത്താവിന്റെ അകത്താണ്, നീ ക്രിസ്തുവിന്റെ അകത്താണ്. അടുത്ത കേട്, എല്ലാവരും ക്രിസ്തുവിന്റെ അകത്താണ്. അത് പൗലോസിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് വേടാണ്. നീ ക്രിസ്തുവിനകത്താകണം, ഞാൻ ക്രിസ്തുവിനകത്താകണം, നമ്മൾ മൊത്തം ക്രിസ്തുവിനകത്താകണം. അങ്ങനെ ക്രിസ്തുവിനകത്ത് ഞാനായാൽ ഒരു ബില്ലിസൂരി കെട്ടും, ഒരു പിശാചും, ഒരു സാത്താനും, ഒരു കെട്ടും എന്നെയോ നിങ്ങളെ തുടർത്തില്ല. അത് പറയാൻ പൗലോസ് പറയേണ്ട കാര്യം, നിങ്ങൾ നിത്യ പ്രത്യാശ പ്രാപിച്ചവരാണ്. സ്വന്തം ഇതിന് മറുപടി പറഞ്ഞുതരാം. അപ്പൊ 136 പ്രാവശ്യം 14 ലേഖനത്തിനകത്ത് പൗലോസ് പറയുമ്പോൾ എഫേസ്യലേഖനത്തിൽ 154 വാക്യമുണ്ട്. ഈ 154 വാക്യത്തിൽ 36 പ്രാവശ്യം ഈ ലേഖനത്തിനാണ് പൗലോസ് പറയാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ട് എഫേസ്യലേഖനത്തിനകത്ത് 36 പ്രാവശ്യം മറ്റ് ലേഖനങ്ങൾ പറയുന്നതിനേക്കാളും അധികം എഫേസ്യൻ പറയുന്നതിന് കാരണം എഫെസോസ് ഒരു പട്ടണമുണ്ട്. ആ എഫെസോസ് പട്ടണത്തിൽ വാഴുന്ന ഒരു ശക്തി ഉണ്ട്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിലെ 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. പ്ലീസ്. கோபத்தால் நிறைந்து எபேசியருடைய
എഫേസ്യരുടെ பெரியவள் என்று சத்தமிட்டார்கள். സിസ്റ്റർ അത് അർത്തമീസ് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഡയാന അർത്തമീസ് അല്ലെങ്കിൽ ഡയാന എന്ന് പറഞ്ഞാൽ അതാവുമ്പോൾ നമുക്ക് അമേരിക്കയിലോട്ട് ശ്രദ്ധിക്കാൻ സ്വത്രം ചെയ്യാം. അപ്പോ അർത്തമീസ് സ്വത്രം. അപ്പൊ ഈ അർത്തമീസ് എന്നൊരു സ്പിരിറ്റ് ആണ് എഫെസോസ് പട്ടണത്തെ മൊത്തം കാവലിരിക്കുന്ന സ്വത്രം. എഫെസോസ് മൊത്തം പട്ടണത്തിൽ ഈ അർത്തമീസ് എന്ന പിശാചായ സ്ത്രീ ശക്തിയാണ്. അതിന്റെ രഹസ്യം പബ്ലിക്കായിട്ട് പറയാൻ പരിമിതി ഉണ്ടെങ്കിലും അതിന്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞുതരാം. ഒരു നഗ്നമ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമാണ്. ആ സ്ത്രീ രൂപത്തിനകത്ത് 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ മുതൽ മുതിർന്ന സകല വ്യക്തികളെയും ആകർഷിച്ചിട്ട് പാപത്തെ വിടാത്തക്കവണ്ണം പ്രതിജ്ഞാബദ്ധം നിൽക്കുന്ന ഏറ്റവും വലിയ പിശാചായിരുന്നു ഈ അർത്തമീസ് എന്ന പിശാച്. എന്ന് പറഞ്ഞാൽ എഫെസോസ് പട്ടണത്തിൽ വിശുദ്ധന്മാരാരുമില്ല, ദൈവഭക്തന്മാരാരുമില്ല. സകല വ്യക്തികളും ഈ പിശാചിന്റെ അണ്ടറിലായതുകൊണ്ട് സകലരും പാപവും അധർമ്മവും ശാപവും നിർവഹിക്കുന്നതുകൊണ്ട് അവിടുത്തെ പട്ടണത്തിൽ പൗലോസ് പോയപ്പോൾ അർത്തമീസിന്റെ ശക്തി വാഴുന്നത് കണ്ടു. സ്തോത്രം. ഞാൻ ഈ വാർത്ത ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഈ ദൂതന് ഈ കാലത്ത് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഈ കാലത്ത് പ്രസംഗിക്കാൻ വലിയ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ? ശരിയല്ലേ? മൊബൈലിന് ഒരു ലോക്കുണ്ട്, വാട്സപ്പിന് ഒരു ലോക്കുണ്ട്, ഫേസ്ബുക്കിന് ഒരു ലോക്കുണ്ട്, ഇൻസ്റ്റാഗ്രാമിന് ഒരു ലോക്കുണ്ട്. ഇനി എവിടെ ലോക്കുന്നത് എനിക്കും അറിയത്തില്ല. സ്വന്തം ഞാൻ പണ്ട് ഐഫോൺ ഉപയോഗിച്ച സമയത്ത് ഞാൻ ലോക്ക് ഇട്ടു. അത് മറന്നു വെച്ചാൽ ലോക്ക് മറന്നുപോയി. സ്വന്തം ലോക്ക് മറന്നുപോയി. എന്റെ സ്വന്തം ഈ ATM കാർഡ് എത്ര പ്രാവശ്യം അതിന്റെ പിൻ നമ്പർ മാറ്റി എനിക്കും അറിയത്തില്ല. സ്വന്തം 4 നമ്പറേ ഉള്ളൂ, പക്ഷെ കുറെ നമ്മുടെ മെമ്മറിക്കകത്ത് ഇരിക്കത്തില്ല. നോക്ക്, ഈ ഫേസ്ബുക്കിന് ഒരു ലോക്ക്, നമ്പർ ലോക്കാണ്, അല്ല പാറ്റേൺ ആയിരിക്കാം മേ ബി. ഈ 4 ലോക്ക് മെമ്മറിക്കകത്ത് ഈ പിള്ളേരകത്തിരിക്കണമെങ്കിൽ ബാക്കി പറഞ്ഞു 2 വാക്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പപ്പ നിൽക്കും. പക്ഷെ ലോക്ക് അയക്കാൻ ലോക്ക് ഇടാനും ലോക്ക് അറിയിക്കാനും ഇവർ ഒരു ഓർമ്മക്കുറവും നല്ല ഓർമ്മയാണ്. ഇവർ സപ്പോർട്ട് വ്യക്തിയായ ഈ അർത്തമീസാണ്. നിങ്ങൾക്കറിയാമോ ഇതിന്റെ അർത്തമീസാണ്? മനസ്സിലാവും പറയാം. മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ശാപശബ്ദമാണ് ഈ അർത്തമീസ്. ഈ ശാപമുള്ള പട്ടണത്തിന്റെ പേരാണ് എഫെസോസ്. ഈ എഫെസോസിലേക്ക് ഈ ശാപം കിടക്കുന്നത് കൊണ്ടാണ് പൗലോസ് 36 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് ഇവൾ വന്ന് റാഞ്ചാൻ സാധ്യതയുണ്ട്, ഇവൾ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട്, അവൾ അകത്ത് വീടാൻ സാധ്യതയുണ്ട്. അത് നീ കർത്താവിനകത്താകണം, ഞാൻ കർത്താവിനകത്താകണം, നിങ്ങൾ എല്ലാവരും കർത്താവിനകണം. കർത്താവിനകത്തായില്ലെങ്കിൽ ഈ പിശാച് വന്ന് തട്ടിക്കൊണ്ടുപോകും. കരമടിച്ചിട്ട് രാത്രി പറഞ്ഞാട്ടെ, ദൈവം എന്റെ സഭയിലോ എന്റെ കുഞ്ഞുങ്ങളിലോ എന്റെ സഭയിലെ ശുശ്രൂഷന്മാരിലോ അവരുടെ തലമുറയുടെ മേലോ ഒരൊറ്റ പിശാചിൻ കേട്ട് പോകത്തോടെ അനുവദിക്കാതെ വന്നോ അവരിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടണമെന്ന് കരമടിച്ചു നാൽപ്പത് പറയാമോ? ആ ശക്തി ഇന്ന് ശാസിക്കുവാൻ, ഇന്ന് ആ ശക്തിയെ പൊട്ടിക്കുവാൻ ഒരു ദൈവത്തിന്റെ അഭിഷേകം എന്റെ അകത്തേക്ക് ഇറങ്ങണം. പ്രൈസ് ഗോഡ്. ആ കരമൊന്ന് അടിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? കൈ തട്ടി, കരകൾ തട്ടി, കരം തട്ടി ശബ്ദമാ ഒരു ആത്മാവിനെ സ്തോത്രം ചെയ്യുക. ഉണ്ടമണ്ഡലങ്ങൾ ശക്തരാമകൾ ശ്വസിക്കാം. അപ്പോൾ ഈ അപ്പോസ്തലർ 19 വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ ടൈം ലാഭിക്കാൻ ഞാൻ പെട്ടെന്ന് വാക്ക്. അപ്പോസ്തലർ 19 അധ്യായത്തിൽ വായിക്കുമ്പോൾ പൗലോസ് വെളിപ്പാട് പ്രാപിച്ച് എഫെസോസ് പോയി. അപ്പൊ പൗലോസിന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്. കൂട്ടുകാരൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊല്ലോസ് അവിടെ ഉണ്ട്. അപ്പൊ അപ്പൊല്ലോസ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് തോന്നുന്നു അപ്പൊല്ലോസ് ഉണ്ടല്ലോ, പിന്നെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അപ്പൊല്ലോസ് വിട്ടിട്ട് പരിശുദ്ധൻ പറഞ്ഞു, അപ്പൊല്ലോസിനെ കൊണ്ട് കെട്ടഴിക്കാൻ പറ്റില്ല, നീ പോയാലേ. പൗലോസ് പോയി. 19 വാക്യം വായിക്കുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തുകൂടെയൊക്കെ യാത്രകൾ വന്നിട്ട് കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. ശിഷ്യർ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ
പ്രാപിച്ചു വന്നു. അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഇന്നേ വരെ. അപ്പോൾ മനസ്സിലായി പൗലോസ് ഇപ്പം പോയിലേക്ക് ഇല്ലാത്തില്ല. ശ്രദ്ധിക്കണേ, ഈ ഏതൊരു വിഷയത്തിന്റെയും പ്രതികാരം ചെയ്യാൻ തക്കവണ്ണം ഒരു പ്രതിക്രിയയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു മരുന്ന് നമുക്ക് പ്രശ്നമാണെങ്കിൽ റിയാക്ഷൻ ആയാൽ ആ റിയാക്ഷനായി മരുന്നിനെ മാറ്റി ശരീരത്തെ പഴയ അവസ്ഥയിൽ കൊണ്ട് മറ്റൊരു മരുന്നുണ്ട്. ശരിയല്ലേ? സ്വന്തം അതെ, മെഡിസിൻ പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഒന്നിനെ മറ്റൊരു കൊണ്ട് പരിഹരിക്കാൻ പറ്റും. പൗലോസ് നോക്കിയപ്പോൾ ഈ അർത്തമീസിന്റെ ശക്തിയെ അടിക്കുവാൻ ഏതെങ്കിലും ശക്തിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ശക്തി കൊണ്ട് നോക്കിയപ്പോൾ അത് പരിശുദ്ധാത്മാവ് മാത്രമേ പറ്റൂ. മനസ്സിലായി? ഒരു സ്തോത്രം കൊടുക്കാം. കർത്താവ് സ്തോത്രം കൊടുക്കാം. പരിശുദ്ധാത്മാവിനെ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം മക്കളെ, ഒരു അരമണിക്കൂറത്തേക്ക് എന്നൊന്ന് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. പ്ലീസ് ഒന്ന് അവിടെ അടങ്ങിയിരിക്കും. എന്നിട്ട് നിങ്ങളോട് ഞാൻ കളിക്കാൻ വരാം. ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ക്രിക്കറ്റ്, അതുവരെ ഒരു മൂന്നിനായി സ്വന്തം ഒരു സ്വന്തം. ശരി, എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച ആ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞ വാക്ക് പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമേ ഈ അർത്തമീസിനെ പുറത്താക്കാൻ പറ്റൂ. അപ്പൊ നോക്കിയപ്പോ അപ്പൊല്ലോസ് ഉണ്ട്. അപ്പൊല്ലോസ് ഈ വിഷയമായിട്ട് ഒരു വാക്ക് പോലും പൗലോസിന് ഭയങ്കര സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങണം, പരിശുദ്ധം വേണം. ഇവരെ വിളിച്ചു നിർത്തിയിട്ട് പൗലോസ് പറഞ്ഞു, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഓർത്തോണം. അർത്തമീസിന്റെ കാര്യം ഞാൻ വിവരിച്ചിട്ടില്ല. വിവരിച്ചു കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. കാരണം എനിക്ക് വേറെ വെളിപ്പാട് നടക്കുന്നുള്ളതും സഭയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നുള്ള ഞാൻ വേഗത്തിൽ പോകുന്ന കാര്യം. അപ്പോൾ പൗലോസ് പറഞ്ഞു, അപ്പൊല്ലോസിനെ കൊണ്ട് പറ്റിയില്ല, പക്ഷെ ദൈവം എന്നെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കെട്ടിനെ പൊട്ടിക്കണമെങ്കിൽ ഒരു അഭിഷേകമുള്ള ഒരു 12 പേരെ വേണം. സ്വതന്ത്ര ദൈവം തരും. അഭിഷേകമുള്ള 12 തരും. നിങ്ങൾ ആ വാക്യത്തിലെ പേരെ നോക്കണം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ പരിശുദ്ധമാകും. അവരെ അന്യഭാഷ പറഞ്ഞു. അവരെ പ്രവചിച്ചു. അവരെ ആകെ 12 പേർ. 12 + 1 എത്ര? 13. പൗലോസിന് മുഖം തെളിഞ്ഞു. അപ്പൊ 13 ഉണ്ടെങ്കിലേ അർത്തമീസ് പുറത്തു പോകത്തുള്ളെന്ന് അറിയാം. യേശു ലോകത്തിൽ വന്നപ്പോഴും യേശു ലോകത്തിന് കെട്ടഴിപ്പാൻ, പാപത്തിന് കെട്ടഴിപ്പാൻ യേശുവിന് 12 പേര് വേണമായിരുന്നു. അവൻ സർവ്വലോകത്തിന് കെട്ടഴിപ്പാൻ യേശുവിന് 12 പേര് വേണമായിരുന്നു. ഇന്ന് രാവിലെ കർത്താവിനെ കെട്ടഴിപ്പാൻ ഒരു 12 അഭിഷക്തന്മാരെ വേണം. ഈ സഭ വളരുവാൻ ഒരു 12 പേര് ആവശ്യമാണ്. കർത്താവേ, യൂസ് മീ ഗോഡ്, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാൻ പറ്റുമെങ്കിൽ കരമടിച്ചു നാൽപ്പത് പറയുമേ. പരിശുദ്ധാത്മാവുണ്ടോ? സഭ വളരും. പരിശുദ്ധാത്മാവുണ്ടോ? സഭ തടയ്ക്കും. പരിശുദ്ധാത്മാവുണ്ടോ? സഭ വിശാലമാകും. പരിശുദ്ധാത്മാവുണ്ടോ? സ്നാനം നടക്കും. പരിശുദ്ധാത്മാവുണ്ടോ? ശുശ്രൂഷ വിജയിക്കും. പരിശുദ്ധാത്മാവുണ്ടോ? അവന്റെ ദൈവത്തിന് മറച്ച് വിശേഷങ്ങൾ സഭ പ്രാപിക്കും. അത് ഇന്ന് രാവിലെ ഈ സഭയ്ക്കകത്തേക്ക് ഒരു അഭിഷേകത്തിന് ഒഴുക്ക് ദൈവാത്മാവായിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇവര് അന്യഭാഷ പറയാൻ പൗലോസ് പ്രാർത്ഥിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? അന്യഭാഷ മാത്രമല്ല ചെയ്ത്, അവരെ പ്രവചിക്കാൻ തുടങ്ങി. ബൈബിളിനകത്ത് എവിടെയെങ്കിലും പൗലോസ് പ്രവചനം പറയുന്നുണ്ടോ? പൗലോസ്. പക്ഷെ ഇവിടെ 12 പേര് പ്രവചനം വേണ്ടി. അപ്പൊ സഭയ്ക്ക് പരിശുദ്ധാത്മ കിട്ടുകയും സഭയ്ക്ക് അന്യഭാഷ കിട്ടുകയും സഭയ്ക്ക് പ്രവചന വരമുള്ളവരെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പാസ്റ്റർ ഈ സഭയുടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ചങ്ങനല്ലേ? അപ്പൊ ഇന്ന് രാവിലെ കർത്താവ് ഈ വെളിപ്പാട് വെച്ച് പറയാം, സഭയ്ക്ക് പരിശുദ്ധാത്മ വേണം, സഭയ്ക്ക് അന്യഭാഷ വേണം, സഭയ്ക്ക് പ്രവചന ശബ്ദം വേണം. അങ്ങനെയാണെങ്കിൽ സഭയെ ആർക്ക് പിടിച്ചിരുത്തുവാൻ കഴിയാത്ത രീതിയിൽ സഭ അതിനെ ശക്തിയേറിയ വിശേഷതയിൽ പ്രവേശിക്കാം. കാര്യങ്ങൾ അടിച്ചു പറഞ്ഞാട്ട് അവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിതാക്കന്മാർ, മാതാക്കൾ, ഞങ്ങളോ ശക്തനാകുക, അവരുടെ ശുശ്രൂഷകർ, ഞങ്ങളുടെ തലമുറകൾ പ്രതിനിധിക്കുന്നവണ് ഒരു അഭിഷേകത്തിന് പ്രവേശം തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നവണ് ദൈവങ്ങളുടെ ശക്തന. ഒന്ന് കലകൾ തട്ടി ആ കലകൾ തട്ടി
ദൈവമേ ഒരു അഭിഷേകത്താൽ ഒരു ആത്മജ്ഞാനത്താൽ എന്റെ സഭയ്ക്കകത്തേക്ക് ആ പരിശുദ്ധാത്മാവ് വേണം. അത് സഭയ്ക്കകത്ത് അന്യഭാഷ വേണം. അത് സഭയ്ക്കകത്ത് പ്രവചനം വേണം. ആ പ്രവചനാത്മാവിനാണ് ആ ശക്തിയുടെ കേട്ടിനെ അയച്ചു മാറ്റി ദൈവത്തിനാൽ പുനരംഗം നടക്കട്ടെ. നിങ്ങൾ ഒരു വാക്കുകൂടി ഞാൻ അവിടെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി. அது வாக்கியம். எப்படி என்றால் தெமேத்திரியு என்னும் பெயர் கொண்ட ஒரு தட்டான் தியானாளின் கோவிலை போல வெள்ளியினால் சிறிய கோவில்களை செய்து தொழிலாளிகளுக்கு மிகுந்த ஆதாயம் வருவித்துக் கொண்டிருந்தார். அது வாக்கியம். வாக்கியம். இவர்களையும் இப்படிப்பட்ட தொழில் செய்கிற மற்ற வேலையாட்களையும் அவன் கூடி வர செய்து மனுஷர்களே இந்த தொழிலால் நமக்கு நல்ல பிழைப்பு உண்டாயிருக்கிறது என்று அறிவீர்கள். இப்படி இருக்க கைகளினால் செய்யப்பட்ட தேவர்கள் அல்லவென்று இந்த பவுல் என்பவன் சொல்லி எபேசுவிலே மாத்திரமல்ல கொஞ்சம் குறைய ஆசியா எங்கும் அநேக ஜனங்களுக்கு போதித்து அவர்களை வசப்படுத்திக் கொண்டான் என்று நீங்கள் கண்டும் கேட்டும் இருக்கிறீர்கள். இதனால் நம்முடைய தொழிலில் 19-ാമത്തെ വാക്യത്തിൽ 19 ശുദ്ര പ്രയോഗം ചെയ്തിട്ടുള്ള 19-ാമത്തെ വാക്യം അനേക തങ്ങൾ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവർക്കും മുൻപാകെ ചുട്ടു. അവ ചുട്ടപ്പോൾ ഓർത്തോണം ശക്തി ഇറങ്ങിയതാണ് ചുട്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയതുകൊണ്ടാണ് ചുട്ടത്. അതുവരെ അപ്പോലോസ് ഉണ്ടായിരുന്നു അവിടെ. എന്തിറങ്ങിയില്ല? ശക്തി ഇറങ്ങിയില്ല. പക്ഷെ പുസ്തകം വീണ്ടും പിളർത്തിയതല്ലാതെ അടച്ചില്ല. പക്ഷെ ആത്മാവ് പൗലോസ് കൂടി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അന്യഭാഷ ശക്തി, പ്രവചനത്തിന്റെ ശക്തി ഇവ ഇറങ്ങിയപ്പോൾ ചുടേണ്ടി വന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് കെട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ കെട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ കെട്ടുണ്ട്, നമ്മുടെ ഉയർച്ചയിൽ കെട്ടിട്ട് വ്യാപരിക്കുന്നുണ്ട്. അതിന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചുട്ടുകളയത്തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ ആത്മശക്തി നമ്മളിലേക്ക് ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അഭിഷേകത്തെ പറയുന്നവേ ആ ശുദ്ധ പ്രയോഗം ചെയ്ത മന്ത്രവാദത്തിന് സകല മന്ത്രവാദ കെട്ടിലെയ അത് ഇന്ന് രാവിലെ ചുട്ടുകളയത്തക്കവണ്ണം ആത്മാവിന്റെ കൊടിയ ശക്തി ഈ സഭയ്ക്കകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് വിഭാഗങ്ങൾ അവൻ തലമുറകളെ വഞ്ചിക്കുന്ന, അവൻ കുടുംബങ്ങളെ വഞ്ചിക്കുന്ന, അവൻ ബന്ധങ്ങളെ വഞ്ചിക്കുന്ന സകല ആശയങ്ങള് യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ സഭ അറിയട്ടെ. കരകളെ തട്ടി ആത്മാവിനെ സ്വന്തം ചെയ്യുക. ആ ശുദ്ധ പ്രകടനം കെട്ടുകൾ, ആ ബില്ലിശൂലി കെട്ടുകൾ, ആ മന്ത്രവാദം കെട്ടുകൾ, ആ വിചാരം കെട്ടുകൾ, സത്താനം കെട്ടുകൾ ഉയർച്ച പ്രാപിക്കുക, സന്തോഷം പ്രാപിക്കാതെയോ ഏറ്റവും കൊയ്യാതെ വന്ന കെട്ടിവെച്ച സകല കെട്ടുകളെയോ യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക. സഭയുടെ മേൽ ദൈവത്തിന് ശക്തി വ്യാപരിക്കുന്നു. സകല ദൈവം പൊട്ടിച്ചു മാറ്റുന്നു. അന്ധകാലത്ത് കൂടി അവർ അഴിച്ചു മാറ്റുന്നു. ശുശ്രൂഷയുടെ 2-ാം ഘട്ടം കഴിഞ്ഞു. ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിലേക്ക് ഏറ്റവും അത് 4-ാം ഘട്ടം ഒരു പ്രവചിച്ച ശകലത്തക്കമാണ്. അഭിഷേകത്തിന് 4-ാം കൊണ്ട് പൗലോസ് കൂടെ വ്യാപരിച്ച അഭിഷേകത്തിന് സംഖ്യയില്ല. രാശനഗരും കൂടി വ്യാപരിക്കത്തക്കമാണ്. ആത്മവ്യക്തിയുടെ ശബ്ദത്തിന് ഉടമസ്ഥനാകുന്നു. പിന്നെ കാട് വന്നത് ശബ്ദം കൊണ്ടുവന്നതക്കമാണ്. പിന്നെ കൈകൊണ്ട് സ്നാനപ്പെടുന്നതക്കമാണ്. ആത്മാവിന് പ്രത്യേക അവനെ ഭിക്ഷയ്ക്ക് വേണ്ടി അവനെ വിവിധ വശങ്ങളെ ഉപയോഗിച്ചു വേണ്ടി യേശുവിന്റെ നാമത്തിൽ അഭിഷേകം പറയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ഭീഷണിയുടെ കെട്ടുകൾ മാറട്ടെ. അഭിഷേകത്തെ സ്തോത്രം ചെയ്യുക. അവൻ ചില ചുട്ടുകളയുകയാണ്, ചില കെട്ടുകൾ ചുട്ടുകളയുകയാണ്. അവൻ തീക്കകത്തേക്ക് വീഴുകയാണ്. അവൻ ചില ശാപങ്ങൾ അവൻ തീക്കകത്ത് പോകുന്നു. ചില വെല്ലുവിളികൾ തീക്കകത്ത് പോകുന്നു. അവൻ പിശാചിന്റെ സർപ്പശാപങ്ങൾ അവൻ പുറത്തേക്ക് പോകുന്നു. അവൻ തീക്കകത്തേക്ക് വിട്ടുപോകുകയാണ്. Oh
ഒരു ഉയർച്ച പോലും പ്രാപിക്കാതെ വെച്ച എല്ലാ പിശാചിനെയും ഇന്ന് രാത്രിയിലെ സമയവേളയിൽ ആ ശാപത്തെ ചൂണ്ടുകളയുക. സഭ കൈ തൂക്കി നല്ല ശബ്ദമായി ഒരു പറഞ്ഞു. ആ കൈ അസൈത്ത് കഥാവിന്റെ ശോധനയാണ്. അവരെ ശക്തമായ അസൈത്ത് ഈ രാത്രിയിൽ ദൈവ ഈ കുടുംബങ്ങളുടെ സഭകള് സഭയുടെ അന്തരീക്ഷ ദൈവാത്മാവ് വ്യത്യാസമാക്കാൻ ദൈവഹിതമാണ്. ഈ ദൈവാത്മ ചെയ്ത അത്ഭുതത്തിനായി സ്തോത്രം. അത് ചുട്ടുകളയുന്നത് വരെയും പൗലോസ് അഭിഷേകത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന സ്വന്തം ചുട്ടുകളഞ്ഞപ്പോൾ അർത്തമീസിന്റെ സകല വ്യാപാരം അഴിഞ്ഞു മാറി. ഇത് നിങ്ങൾ നോക്കി, എഫെസോസിന്റെ അകത്ത് ഒരു ഭയങ്കര പ്രകാശം. ആ ഇരുളങ്ങ് മാറി, ആ മൂടലങ്ങ് മാറി, ആ ഡാർക്ക് മാറി. ഒരു ഭയങ്കര പ്രകാശം വന്നു. ആ പ്രകാശം വന്നപ്പോഴാണ് പൗലോസിന് എന്തായാലും ആശ്വാസം ആയത്. അല്ല, ആശ്വാസമായില്ലേ? ആശ്വാസമായോ? ഒരു സ്തോത്രം ചെയ്യ. ആശ്വാസമായി. ഇപ്പോൾ പൗലോസ് എഫെസോസിനെ എന്താക്കി? റിഫ്രഷ് ആക്കി. എന്തില്ലാത്ത സ്ഥലം? അർത്തമീസ് ദേവി ഇല്ലാത്ത സ്ഥലം. ഇതാണ് ഒരു വിശ്വാസിയ ടാർഗറ്റ്. ഒരു സഭയുടെ ഒരു ടാർഗറ്റ് ഇതാകുന്നു. പിശാചില്ലാത്ത ഒരു ദേശമാക്കണം, പിശാചില്ലാത്ത കുടുംബമാക്കണം, പിശാചില്ലാത്ത രാജ്യമാക്കണം, പിശാചില്ലാത്ത പട്ടണമാക്കണം. അങ്ങനെ ബിസിനസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ സഭ അങ്ങനെ വിശേഷമായ വളർച്ചയിലേക്ക് ദൈവസഭയെ കൊണ്ടെത്തിക്കും. സ്തോത്രം ചെയ്യാം യേശുവിന്റെ നാമത്തിൽ. ഇനി അതിനകത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നെങ്കിൽ അത് നോട്ട് ചെയ്യണം. 1 തീമോഥെയോസ് ലേഖനം, 1 തീമോഥെയോസ് chapter 1 verse 4 വായിച്ച് 1ന്റെ 4ാമത്തെ വാക്യം പ്ലീസ്. நான் மக்கதோனியாவுக்கு போகும்போது നീ എഫെസോസിൽ താമസിക്കണം. വായിച്ചു തമിഴ് വായിച്ചു. താങ്ക് യു സിസ്റ്റർ. വായിച്ചു തമിഴ് വായിച്ചു. நான் மக்கதோனியாவுக்கு போகும்போது അല്ല 4 1ന്റെ 4 இல்ல 3 வேற்றுமையான உபதேசங்களை போதியாத படிக்கும். இல்ல வேற்றுமையான உபதேசங்களை போதியாத படிக்கும். ഈ ഭാഷ കിടക്കുന്നോടാ விசுவாசத்தினால் விளங்கும் தெய்வீக பக்தி விருத்திக்கு ஏதுவாயிராமல் தர்க்கங்களுக்கும் ஏதுவாயிருக்கிற கட்டுக்கதைகளையும் முடிவில்லாத வம்ச வரலாறுகளையும் கவனியாத படிக்கு. ഒറ്റ വാക്കിരിക്കുക. നീ എഫെസോസിൽ തങ്ങണം. തമിഴിലങ്ങനെ ആയിരിക്കും നോക്കാം അല്ലേ? അങ്ങനെ നോക്കാം. നീ എവിടെ സ്റ്റേ ചെയ്യണം? നിങ്ങൾ എന്നോട് പറ. ഞാൻ പൊട്ടക്കളിക്കുമ്പോൾ ഒരു സ്വതന്ത്രം ചെയ്ത പ്രൈസ് നിങ്ങൾ പൊലിയതിലേക്ക് നിങ്ങൾ ചൊല്ലണം സ്വതന്ത്രം. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ പേശണം സ്വതന്ത്രം. പക്ഷെ പൊഴുതിട്ടേ പോകാം സ്വതന്ത്രം. തീമോഥെയോസ് നീ എഫെസോസിൽ തങ്ങണം, പാർക്കണം. അപ്പൊല്ലോസിനെ കൊടുക്കാത്ത അപ്പൊല്ലോസ് ആകെ കുളവാക്കി. പക്ഷെ അപ്പൊല്ലോസ് പൗലോസിന് ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ഇവൻ അർത്തമീസിനെ വളർത്തുന്ന അന്തരീക്ഷമായി. കാര്യം ഇവനെ വിട്ടത് പരിശുദ്ധാത്മാവിനെ അവിടെ കൊടുത്തിട്ട് മറ്റേ ഇറക്കി വിടാനാണ്. പക്ഷെ അവിടെ അദ്ദേഹം ഫെയിലുകൾ ആയപ്പോഴാണ് പൗലോസ് അവിടെ പോയത്. പൗലോസ് പോയി അതിന് വളരെയധികം വിജയിച്ച് ശുശ്രൂഷിപ്പിച്ചു. അവിടെ ആത്മാവ് കവർ ചെയ്തു. എല്ലാ മന്ത്രവാദ കെട്ടുകളെ കൊണ്ട് ചുട്ട് അത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ എഫെസോസ് ഫ്രീ ആയി. അപ്പൊ പൗലോസ് നോക്കി, ഇതിന് ഇനി കാവൽ ചെയ്യാൻ പറ്റുന്ന, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആരുണ്ട്? ഞാൻ നേരത്തെ ഒരു ജാമ്യം എടുത്താൽ നിൽക്കുന്ന സ്വത്രം കഴിക്കും. കാര്യം ഇത് വേറൊരു മെസ്സേജാണ്. ആ മെസ്സേജിൽ ഒരു ഭാഗം നിങ്ങളുടെ മൈൻഡ് മാറ്റിയാൽ എല്ലാ മെസ്സേജും ഡിസോർഡാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വളരെ കെഞ്ചി പറഞ്ഞ എൻ്റെ കോൺസെൻട്രേഷൻ തീർത്താണ് സ്വത്രം കഴിക്കും. ഓക്കെ, ആരെങ്കിലും അടുത്ത ആഴ്ച ചർച്ച വരാതിരിക്കുകയും ചെയ്തു സ്വത്രം കഴിക്കും. സ്വത്രം ഓക്കെ.
എന്ന് പറഞ്ഞ വാക്ക് ഈ പൗലോസിനെ പ്രൊട്ടക്ട് ചെയ്തു, ശുദ്ധമാക്കി. ഇതിനകത്ത് ആരില്ല, അർത്തമിസ് ഇല്ല. പക്ഷെ ഇനി അർത്തമിസ് വരാൻ സാധ്യതയുണ്ട്, പുറത്താക്കി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ സാധ്യത ഉണ്ടെങ്കിൽ ഈ എഫെസോസിനെ കാവൽ ചെയ്യാൻ ആർച്ചാൽ വ്യക്തി വേണ്ടേ? അപ്പൊ ആരില്ല? അപ്പോലോസ് പറ്റത്തില്ല, തീത്തോസത്തോ പുള്ളിക്ക് പറ്റത്തില്ല. പുള്ളി കൊണ്ട് ആ ക്രയത്തെ പുള്ളി ക്രയത്തെ പറ്റത്തുള്ളൂ. അത് പിന്നെ വെളിപ്പാട് സ്വന്തം. പിന്നെ ആരൊന്ന് നോക്കിയപ്പോൾ അമ്മയുടെ വിശ്വാസം പ്രാപിച്ച, വലിയമ്മയുടെ ഗ്രാൻഡ് മദറിന്റെ വിശ്വാസം പ്രാപിച്ച ഒരു 3 തലമുറയായി ഹൈ ഫെയ്ത്ത് ഉള്ള നല്ല സ്ട്രോങ് ബിലീവറായ ഒരു ഫാമിലിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു തീമോഥെയോസ്. അല്ലാതെ നമ്മുടെ നാടൻ ഭാഷകൾ ഊതും വെക്കും കുറച്ചു പറഞ്ഞു അത് അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കും, സീസൺ നല്ലതാണ്, ഇവിടെ നിൽക്കും. സീസൺ മോശമാണെങ്കിൽ അച്ഛന് എന്തെങ്കിലും പറ, ആരും ഇവിടെ പറയാൻ അതെന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറയാം, ഒറ്റ പറഞ്ഞു പറയാം, ഒറ്റ വയസ്സ് പറയാം. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഊതും വൈകി ഒളിഞ്ഞും പറഞ്ഞ വാക്കുണ്ട്. അവിടെ നിൽക്കും. അവരെ കൊണ്ട് എഫെസോസിലാക്കി കഴിഞ്ഞാൽ മറ്റൊന്നും കരുത്. അപ്പൊ ഒരൊറ്റ മൈൻഡുള്ള വ്യക്തിയെ ഇവിടെ വരാമോ? നല്ല സ്ട്രോങ് ബിലീവേഴ്സിനകത്ത് വരാമോ? നല്ല സ്ട്രോങ് ഫെയ്ത്ത് ഉള്ളതിനകത്ത് വരാമോ? സാത്താന്റെ കെട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, പൈശാചിക ശക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കായ വ്യക്തിയെ വേണം. അങ്ങനെ ഒരു വ്യക്തിയെ സഭയ്ക്കകത്ത് വന്നാൽ സഭയ്ക്കകത്ത് വിശ്വാസം വരും, വിശ്വാസത്തിൽ വരും. അവൻ ആത്മാവിന്റെ ശക്തി ഈ സഭയ്ക്ക് വലിപ്പറ്റ് വരും. ഓരോരുത്തർ പൈശാചിക ശക്തികൾ ഈ സഭയ്ക്കകത്ത് വരത്തിന് തോന്നണം. അത് കണ്ടിപ്പായിട്ട് നീ നിർബന്ധമായിട്ട് എഫെസോസിൽ എന്ത് ചെയ്യണം? താമസിക്കണം. കാര്യം നിന്നെ പോലെ ആക്യുറേറ്റ് വ്യക്തി വേറെ ആരും. പക്ഷെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നല്ല വ്യക്തി കിട്ടിയെങ്കിൽ മാത്രം ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ. അല്ലാതെ സീസൺ മൈൻഡുള്ളവരെ ഏൽപ്പിച്ചാൽ എവിടെ നിൽക്കുന്നു? ഞാനിപ്പോ അൽക്കോർ നിൽക്കുകയാണ്, ഇവിടെ പ്രാർത്ഥന സമയം കഴിഞ്ഞു, പുള്ളി ഇവിടെ നിൽക്കുന്നു. പുള്ളിക്ക് 1 മണിക്കൂർ കഴിഞ്ഞു എത്താൻ, അപ്പോഴേക്കും സഭാരം കഴിയും. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരെ സഭ ഏൽപ്പിച്ചാലും പറഞ്ഞേ എന്തെങ്കിലും പറ. എല്ലാവരും പോലും തോന്നുന്നു. നല്ല ഘനമായിട്ട് അത് എടുക്കണം. കർത്താവിന്റെ സ്ട്രോങ് ഫെയ്ത്ത് വേഷം. ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ചില ഗിഫ്റ്റുകൾ ദൈവം നമുക്ക് തരും, ചില റെവലേഷൻ ദൈവം തരും, ചില ഡ്രീം ദൈവം നൽകും, ചില പ്രോഫറ്റിക് അനോയിന്റിംഗ് ദൈവം തരും, ചില ടാലന്റ് ദൈവം തരും. സ്ട്രോങ് ഫെയ്ത്ത് എനിക്കുണ്ടോ അത് ഇന്ന് തന്നെ ദൈവം നമുക്ക് തരും. ആ സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടോ അത് ഇന്ന് നൽകുക. കാലം തട്ടി പറഞ്ഞ അതുപോലെ എനിക്ക് പെട്ടുകൊണ്ടാൽ ഉദവി ചെയ്യുവാണ്ടവരെ ഇന്നേക്ക് രാവിലെ പരിശുദ്ധാത്മാവിനെ വലിയ അഭിഷേകം എനിക്ക് തരുവാണ്ടവരെ ആ പരിശുദ്ധാത്മാവിനെ പെട്ടുകൊണ്ട് ഞാൻ വിടുതലായി വീട്ടിൽ പോട്ടാണ്ടവരെ ആദരമായ വലിയ പ്രശംസ ഇന്നേക്ക് അനുഭവിപ്പാൻ ആരുടെ ഉദവി ചെയ്യുമെന്നാമത്തെ ഈ സഭയെ ഉയർത്തുകയാണ്, ഈ സഭയെ മാനിക്കുകയാണ്, ഈ സഭയെ ആദരിക്കുകയാണ്, ഈ സഭയ്ക്കകത്തേക്ക് ശേഷം വരികയാണ്. എന്റെ വാക്കിന് 2-3 ആവശ്യം വേഗത്തിൽ പറയാം. 7:30 ഇൻട്രോഡക്ഷൻ പോലും പറഞ്ഞില്ല. അപ്പോഴേ എത്രയായി? കടലിൽ കായ കലക്കും പോലെയാണ് നമ്മുടെ സമയം. പ്രൈസ് ഗോഡ്. രാമൻ പറഞ്ഞിട്ട് നീ നിൽക്കണം. കാര്യം എഫേസ്യർ 6:18 ഞാൻ വായിക്കണ്ട, 10 തൊട്ട് പഠിക്കുമ്പോൾ വിശ്വാസം എന്ന പരിച കിട്ടിയത് തീമോഥെയോസിനാണ്. വിശ്വാസ ഷീൽഡ് കിട്ടിയത് ആർക്കാ? തീമോഥെയോസിന്. അതുകൊണ്ട് പരിചയമുള്ളവന്റെ കയ്യിലല്ലേ സഭ ഏൽപ്പിക്കാൻ പറ്റും? അല്ലെ? ചില ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെങ്കിൽ വിശ്വാസത്തിന് പരിചയമുള്ളവർ
അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ചെയ്യും സമാനതയ്ക്ക് ദൈവം വിശ്വാസത്തെ പാലിച്ച എനിക്ക് ഇന്ന് രാത്രി സമയം തന്നാൽ എന്റെ സഭ അവൻ സാത്താനെ റെസിസ്റ്റ് ചെയ്യുവാൻ, സാത്താൻ കേറാതവനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവൻ തക്കവണ്ണമുള്ളൊരു ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടുവല്ലോ. യേശുവിന്റെ നാമത്തിൽ ആ ഒരു ദൈവിക അഭിഷേകത്തിന്റെ ശക്തിക്കാൻ ഞാൻ ദൈവത്തെ സ്വന്തം ചെയ്യുകയാണ്. Praise the Lord. ഞാനിനി ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ കാര്യം അതിനുള്ള സമയം, കാര്യം 7 നിങ്ങളുടെ മൈൻഡ് കിടക്കുമ്പോൾ ഞാനത് അധികം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് മാറാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ പല പ്രോഗ്രാംസ് ഒക്കെ ബീച്ചിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വല്ല ആൽബയൊക്കെ വല്ല കഴിക്കാൻ വെക്കണമെന്നുള്ള പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റോട് എപ്പിസോസ് എന്ന് പറഞ്ഞ സ്വതന്ത്രം കഴിക്കാം. പ്രൈസ് കാ സ്വതന്ത്രം ഒരു സ്വതന്ത്രം പറഞ്ഞാണ് പ്രൈസ് കാ. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഈ 154 വാക്യത്തിൽ 154 വാക്യത്തിനകത്ത് നാം വായിച്ച വാക്യം അത്യന്തം ശക്തി. ഈ അത്യന്ത ശക്തി അന്ന് വേണമെങ്കിൽ ഇന്ന് എത്ര ശക്തി വേണം? 1-ാം നൂറ്റാണ്ടിൽ ഈ ശക്തി വേണമെന്ന് പൗലോസ് എഫെസോസ്യർക്ക് എഴുതി കൊടുത്തു. അപ്പൊ ഈ നൂറ്റാണ്ടിൽ താമസിക്കുന്ന നമുക്ക് എത്ര ശക്തി വേണം? എത്ര വെച്ചാൽ നിങ്ങൾ ഇപ്പൊ കണ്ടപ്പോ തന്നെ ഇപ്പൊ എല്ലാം വരുമെന്ന് ചിന്തിക്കണം. ശ്രദ്ധിച്ച് ഞാനിങ്ങൾ കളിയാക്കില്ല, നമ്മളൊരു ഇന്ററാക്റ്റീവ് മാത്രം പറഞ്ഞ അല്ല. അന്ന് അത്യന്ത ശക്തി വേണമെങ്കിൽ ഇതിനെക്കാട്ടിൽ ഭയങ്കര 1000 മടങ്ങ് വേണം ഇന്ന്. പിശാച് അത്രമാത്രം വ്യാപരിക്കണം. അപ്പൊ അതിന് ഒരു 6-7 പോയിന്റ് അങ്ങ് പറഞ്ഞിടാം. നിങ്ങൾക്ക് ആത്മജ്ഞാനം ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് കിടക്കട്ടെ വാക്ക്, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും പരിശുദ്ധ ബോധ്യപ്പെടുത്തട്ടെ. 6 പോയിന്റ് വായിക്കാം. 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, 1:8. എഫെസോസിലെ ലേഖനം 1:8 വാക്യം. എന്തോ സിസ്റ്റർ പറഞ്ഞ അന്ധകൃപയാണ്. അപ്പൊ മലയാളത്തിലുള്ള വാക്ക് കൃപയുടെ ധനം മതി. അന്ധധനം നിങ്ങൾ തമിഴിലോ മലയാളത്തിൽ കൃപയുടെ ധനം. ഇത് അത്യന്തം ശക്തിക്കുള്ള എൻട്രി പാത്താണ്. ഒരു വ്യക്തി അത്യന്തം ശക്തി പ്രാപിക്കണമെങ്കിൽ അവന് കൃപയുടെ ധനം പ്രാപിക്കണം. അപ്പൊ അത് ഫസ്റ്റ് എൻട്രിയാണ്. കൃപ പ്രാപിക്കാൻ പാസ് ഇല്ലാതെ ആർക്ക് കയറാൻ പറ്റും? നിങ്ങൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാണ്, നിങ്ങൾ പോയി ഫിംഗർ പ്രിന്റ് ചെയ്യോ, നിങ്ങൾക്ക് ടാഗിനിക്കേറ്റ് ഇല്ലാതെ ഞാൻ വന്ന് കയറി കഴിഞ്ഞാൽ എന്നെ കയറ്റു എൻട്രി. അപ്പൊ അത്യന്തം എന്ന അഭിഷേകം നമുക്ക് വേണമെങ്കിൽ എഫേസ്യ സഭയ്ക്കുള്ള വാക്ക് ഫസ്റ്റ് എൻട്രിക്ക് 1-ാമത്തെ പോയിന്റ് ആണ് കൃപാധനം പ്രാപിക്കുക. കൃപാധനം നമ്പർ 1 കൃപാധനം. ഈ കൃപാധനം പ്രാപിക്കണമെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ ഫിഗർ നല്ല ബ്യൂട്ടി ആയതുകൊണ്ടോ, നമ്മുടെ ബൈബിൾ ലാംഗ്വേജ് പെർഫെക്റ്റ് കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നും പറ്റത്തില്ല. ഇവൻ ഈ അഭിഷേകത്തെ കളയത്തില്ല എന്ന് ദൈവത്തിന് മുന്നമേ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവർക്ക് കൃപ ലഭിക്കും. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? കാരണം ചിലരൊക്കെ വാങ്ങാൻ മിടുക്കലാണ്, സൂക്ഷിക്കാൻ മിടുക്കലല്ല. അതുകൊണ്ട് വാങ്ങിയത് പിറ്റേ ദിവസം കളഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചില നമുക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിൽ കയറി പോകുമ്പോഴേ ചായ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായി തരും, നമ്മള് പുറമേൽ നിന്ന് മേടിക്കും. ഇഷ്ടമല്ലെങ്കിൽ കണ്ടിട്ടില്ലേ അവന്റെ മുട്ടായി? കണ്ടിട്ടില്ല ചാച്ച? നിങ്ങളെല്ലാം നോക്കി ഒന്നും ചെയ്തിട്ട് പോലും പോകും. അങ്ങനെ കളയുമെന്നവർ കൊടുക്കുന്ന ശുശ്രൂഷയല്ല അഭിഷേകം. മനസ്സിലാകുന്നുണ്ടോ? അത് തലമുറ, നമ്മൾ വായിച്ച വാക്യം തലമുറയായി നിർത്താൻ പറ്റുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന വാക്കാണ് കൃപ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് പറയും ഇവൻ ആണോ എന്ന് പരിശുദ്ധാത്മാവിനെ നോക്കിയ ശേഷമേ ആദ്യം അഭിഷേകത്തെ പോകത്തുള്ളൂ. അതിന് ഫസ്റ്റ് എൻട്രിയാണ് കൃപാധനം. ഇത് ഈ കൃപാധനം അത് ബൈബിളിനകത്ത് ചെറിയൊരു ആശയം പറഞ്ഞതാ. ഈ മത്തായി സുവിശേഷത്തിലും മർക്കോസിലൊക്കെ പറഞ്ഞ വാക്കാണ്. ഒരുത്തരം 10 താലന്ത് കൊടുത്തു. 10 കൊടുത്തവൻ 10 20 നേടി.
5 കൊടുത്തവൻ 10 ആക്കി, 2 കൊടുത്തവൻ 4 ആക്കി, 1 കൊടുത്തവൻ അതുകൊണ്ട് കുടിച്ചിട്ടു. ഞാൻ ചോദിക്കട്ടെ, കൃപ പ്രാപിച്ച നമ്മൾ അടുത്ത ലെവലിലോട്ട് വളർച്ച പ്രാപിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ഇത് രണ്ടാമത്തെ വേട് 18ാമത്തെ വാക്യം 1:18. സോറി, എഫേസ്യർ 1:18. நமக்கு உண்டாயிருக்கிற நம்பிக்கை இன்னதென்றும் பரிசுத்தவான்களிடத்தில் தமக்கு உண்டாயிருக்கிற சுதந்திரத்தினுடைய மகிமையின் ഐശ്വര്യം. അതിനകത്ത് കൃപാധനം കഴിഞ്ഞിട്ട് മഹിമാധനം, രണ്ടാമത്തെ വേട് മഹിമാധനം. ഈ മഹിമാധനം കാണുമ്പോൾ നിങ്ങൾ നമുക്ക് ചിരിച്ചേ, ചിരിക്കേ ചിരിക്കേ ചിരിക്കേ. ഈ ചിരിച്ചപ്പോഴുള്ള മുഖം നിങ്ങൾ മസിലിടിച്ചിട്ട് മുഖം വ്യത്യാസമുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ വീട്ടിൽ പോയിട്ട് കണ്ണാടിമ്പോ പോയിട്ട് ചിരിക്കാൻ നോക്കും. അല്ലെ, ഫോട്ടോയ്ക്ക് പോസ് ചെയ്തല്ലോ. സ്വന്തം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചിരിക്കണം. ആ ചിരിക്കുമ്പോൾ മുഖത്തൊരു പ്രകാശമുണ്ട് അല്ലെ, അത് ട്രൈ ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ നമുക്ക് കിട്ടട്ടെ കൊടുക്കാം അങ്ങനെ കുഴപ്പമില്ല, കിട്ടുമോ? അത് പ്രാക്ടിക്കൽ പ്രാക്ടീസിൽ കൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പൊ 1:8 വാക്യത്തിനകത്ത് കൃപാധനം പ്രാപിച്ചു. അത് വെച്ചോണ്ട് കൈകെട്ടിരുന്നത് കൊണ്ട് അവൻ അടുത്ത ലെവലിലെത്തില്ല, അതിന് മഹിമയാക്കി മാറ്റണം. മനസ്സിലാക്കോ? അത് ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ ആനന്ദിച്ചോ പഠനത്തിന് വെളിപ്പാടെടുത്തോ അതിന് മഹിമാധനമാക്കി മാറ്റാം. മഹിമാധനം സെക്കൻഡ് പാർട്ടിലോട്ട്, സെക്കൻഡ് അവൻ ലെവലിലോട്ട് എത്തുമ്പോൾ തമ്പുരാൻ പറയും, ഇവന് അഭിഷേകം കൊടുത്താൽ കൊള്ളാം. ഒരു ചെറിയ ആഗ്രഹം കത്താൻ തോന്നും. അല്ല, കത്താൻ തരട്ടെ, ഞാൻ മേടിക്കാം. ചത്ത പോലും കിട്ടത്തില്ല നോക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ട്രൈ ചെയ്യാം. അത് രണ്ടാമത്തെ ആവശ്യം. അപ്പൊ കൃപാധനം ഫസ്റ്റ് എൻട്രി ആണ്. സെക്കൻഡ് എൻട്രി ആണ് ഏതാ? അതിന് മഹിമാധനമാക്കുക. അതിനാണ് ഉപവാസം, പ്രാർത്ഥന, വചനം, പ്രസംഗം, ദൂതും പ്രവചന ശബ്ദങ്ങളൊക്കെ ലഭിക്കുന്നത്. അത് മഹിമാധനമാക്കി മാറ്റാനാണ്. ഈ മഹിമാധനമാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മൂന്നാമത്തെ കാര്യം വായിച്ചേ, 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 6:2-6. ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാക്കുന്നെങ്കിൽ തമിഴിൽ മനസ്സിലാക്കും. കൃപാധനത്തെ ഞാൻ ഉണ്ടാക്കി മഹിമാധനമാക്കി, മഹിമാധനത്തെ അത്യന്തം മഹിമാധനമാക്കി, കൃപാധനമാക്കി മാറ്റി. കിട്ടിയിരുന്നോ? കിട്ടും, കിട്ടുമോ? ഫസ്റ്റ് എൻട്രി കൃപാധനം. അതിന് ഞാൻ എന്താക്കി? അതാണ് 5 എന്താക്കി മാറ്റി? 10 ആക്കി. ആ 10 അവൻ 20 ആക്കി, 2 4 ആക്കി. അത് വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം അവൻ സെയിൽ ചെയ്തു, അത് അവൻ വ്യാപാരം ചെയ്തു. ആ വ്യാപാരം ചെയ്തപ്പോൾ കൃപാധനം എന്തായി? മഹിമാധനമായി മാറി. മഹിമാധനം എന്തായി മാറി? അത് അത്യന്ത കൃപയായി മാറി. അത്യന്തം വാക്കുവാ. കർത്താവ് ഒരു സീഡ് തന്നു. കർത്താവ് ഒരു സീഡ് തന്നോളൂ. നമ്മൾ അതിനെ വിതച്ചെന്താക്കി? പറഞ്ഞേ, മൾട്ടിപ്ലൈ ആക്കി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരു സീഡ് തരും, ഒരു വിത്ത് തരും, പക്ഷെ അത് നമ്മൾ വർദ്ധിപ്പിക്കണം. അതാണ് ഈ 3 കാര്യം. അപ്പൊ 1 കൃപാധനം, 2 മഹിമാധനം, 3 കൃപയുടെ അത്യന്തം വാക്കുവം. അത്യന്തം പദം. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മുടെ ഡിഗ്രി കൂടുകയാണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി എന്ത് ചെയ്യാൻ കൂടുകയാണ്? നമ്മുടെ ഡെസ്റ്റിനേഷന്റെ ലെവൽ കൂടുകയാണ്. നമ്മുടെ വാർത്തകളുടെ വിശേഷതകൾ കൂടുകയാണ്. ഈ വെളിപ്പാട് പ്രാപിച്ചാൽ ഈ സഭയുടെ മുഖച്ചായി മാറും. ഇനി 2-ാമത്തെ വാക്യം വായിച്ചു. മലയാളത്തിൽ സിസ്റ്റർക്ക് വായിച്ചു തരാമോ? വാത്സല്യം. വാത്സല്യം തമിഴ് സിസ്റ്റർ വായിക്കാമോ? വായിച്ചു. அவர் நம்மிடத்தில் வைத்த தயவினாலே தம்முடைய கிருபையின் மகா மேன்மையான ஐஸ்வரியத்தை வருங்காலத்தில் ആദ്യത്തെ പദം നമ്മിടത്തിൽ അത് എനിക്ക് ഇഷ്ടമുള്ള വാക്ക് മലയാളത്തിലാണ്. വാത്സല്യം എന്ന് പറഞ്ഞത്. വാത്സല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനോട് നമുക്ക് കൊഞ്ചിക്കാൻ പറ്റും.
ഉമ്മം വയ്ക്കും, ലാളിക്കും. എന്താ കാരണം? എൻ്റെ കുഞ്ഞാണ്. അപ്പൊ ദൈവം നമ്മെ പുഞ്ചിക്കുന്ന രീതിയാണ് വാക്കുകളിൽ വാത്സല്യം. ഈ വാത്സല്യം ആ കിട്ടി കൃപ പ്രാപിച്ചവർ, കൃപാധനം പ്രാപിച്ചവർ, കൃപയുടെ അത്യന്തം പ്രാപിച്ചവർ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളും അവരുടെ ഡാഡി കാണിക്കുന്നത്. ഈ ഡാഡിന് ഇഷ്ടം ചെയ്യുന്ന കുഞ്ഞുങ്ങളെന്ന് ഡാഡിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ ആവശ്യം എന്തെന്ന് ഞാൻ അറിഞ്ഞ് അവർ ചോദിക്കാതെ എന്ത് ചെയ്യും? ഞാൻ അവർ കൊടുക്കും. അല്ലെ? അല്ലെങ്കിൽ ഡാഡി ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല, കാശില്ല, അവന് സമയമില്ല, പിന്നെ ആകട്ടെ എന്ന് പറയാം. പക്ഷേ എനിക്ക് വാത്സല്യം എന്റെ കുഞ്ഞിന് തോന്നിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ കുഞ്ഞിന്റെ ആവശ്യം നിവർത്തിക്കും. ഇങ്ങനൊരു അന്തരീക്ഷം ദൈവവും നമ്മളുമായിട്ട് ഉണ്ടാക്കിയാൽ ഒന്നും കേൾക്കണ്ട, ഒന്നും ചോദിക്കണ്ട, ഒന്നും പറയണ്ട. അവൻ അതിന് സമയത്ത് അറിഞ്ഞ് നമ്മുടെ സമസ്ത വിഷയത്തെയും പാലിക തരത്തക്കവണ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നത് കൈയെ തൂക്കി ആശയിത്തുകൊണ്ട് ആണ്ടവരെ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തയേശു എനിക്ക് ലഭിച്ച ആ നല്ല വാത്സല്യത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു. 1 കൃപാധനം, 2 അത്യന്തധനം, 3 കൃപയുടെ അത്യന്തധനം, 4 വാത്സല്യം. എന്താണ്? ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറ. ഞാന് ഒരു 40 വർഷമായി കർത്താവിനെ പ്രസംഗിക്കാണ് കേട്ടോ. 10ാമത്തെ വയസ്സ് പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് 50 വയസ്സ് ആയി സ്വന്തം. അപ്പൊ 40 വർഷം പ്രസംഗിക്കാം. ഈ 40 വർഷം പ്രസംഗിക്കുമ്പോൾ 7 വർഷത്തിലധികം ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ഒത്തിരി ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ ഭാഗ്യം തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആശയം പറയുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം തോന്നുന്നത്. ഒരു സ്വന്തം ചെയ്യാം. അപ്പൊ 2 1 കൃപാധനം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ അകത്ത് കൂടുതൽ 1 കൃപാധനം, 2 മഹിമാധനം, 3 കൃപയുടെ അത്യന്തം, 4ാമത്തെ വാക്ക് വാത്സല്യം. ഇനി അടുത്ത വാക്യം. അവന്റെ കൂടെ ക്രിസ്തു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ എന്നെ ഉയർപ്പിച്ച് എന്റെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തെ ഇരുത്തിയാണ്. നമ്മുടെ കർത്താവിന്റെ പ്രമോഷൻ കിട്ടിയോ? ആർക്കാ പ്രമോഷൻ കിട്ടിയത്? ആർക്ക് പ്രമോഷൻ കിട്ടിയത്? ആർക്ക് പ്രമോഷൻ കിട്ടിയത്? ഓടിപ്പോയ പാസ്റ്റർ കിട്ടി. അങ്ങനെയാണോ? അല്ല. ആർക്ക് പ്രമോഷൻ കിട്ടിയത്? അങ്ങനെ ഒന്നും നിങ്ങൾ ഈ ഖത്തറിൽ വന്നിട്ടില്ല. ഖത്തറിൽ വരണമെങ്കിൽ കുറെ പ്രൊസീജിയർ ഫ്ലാഗ് ചെയ്തിട്ടാ വന്നത്. അങ്ങനല്ലേ? ഈ ഖത്തറിൽ വരണമെങ്കിൽ നിങ്ങൾ ചാടി കയറി ടിക്കറ്റ് എടുത്ത് കയറി വന്നോ? കുറെ കിടന്ന് മൂക്ക് ടിക്ഷ ഇണ്ണയി എഴുതി അവൻ കുറെ ഏട്ട് വിട്ടിട്ടല്ല അവിടെ വന്ന സ്വത്ര. അപ്പൊ അതേ ആശയം തന്നെ ഇതെടുത്ത് നോക്കി. ചാടി കയറി ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കാൻ ആർക്കും ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞിരുന്ന വാക്ക്. ലാസ്റ്റ് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്ന ലാസ്റ്റ് വേടാണ് ഉയർപ്പിക്കണം, ഉയർപ്പ് പ്രാപിക്കണം. ഉയർപ്പ് പ്രാപിക്കണം. എന്താ ഉയർപ്പ്? പാപത്തിന് ഉയർപ്പ് പ്രാപിക്കണം, ശാപത്തിന് ഉയർപ്പ് പ്രാപിക്കണം, അധർമ്മത്തിന് ഉയർപ്പ് പ്രാപിക്കണം, പാരമ്പര്യമായ കുറെ കെട്ടുകളിൽ നിന്നും ഉയർപ്പ് പ്രാപിക്കണം, പഴയ നൂലാമാല മാമൂല് മൊത്തം പൊട്ടിക്കണം. പൊട്ടിച്ച ശേഷം ക്രിസ്തുവും ഞാനും ഒന്നാകുമ്പോഴാണ് എന്നെ ക്രിസ്തു വിളിച്ച് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്ന സ്വന്തം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ വൈകുകളിൽ ഞാൻ ആത്മാവിൽ അവൻ 5ാമത്തെ പ്രൊസീജിയർ എന്നാകുന്നു. എന്റെ കർത്താവിന്റെ കൂടെ ഞാൻ ഇരിക്കത്തക്കവണ്ണം അവൻ പാപത്തിന് മരിച്ചു, ശാപത്തിന് മരിച്ചു, അധർമ്മത്തിന് മരിച്ചു, സകല കെട്ടുകളെയും മരിപ്പിച്ചിട്ട് ഞാൻ പെർഫെക്റ്റായി ക്രിസ്തുവിന്റെ രൂപവും ഭാവവും വന്നതിന് ശേഷമാണ് എന്നെ യേശുവിന്റെ കൂടെ എത്തിയത്. ഞാൻ പാസ്റ്റർ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പാസ്റ്റർ പോലും ഇപ്പൊ ക്രിക്കറ്റ് താരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സി പുള്ളി അങ്ങോട്ട് പോകണം. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കിട്ടാതൊക്കെ ഒരു സെൽഫി എടുത്തു, എന്നിട്ട് കൊണ്ടടക്കം പോക്കണം. അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മൾ എടുത്ത കാര്യം. ശരിയല്ലേ? നമ്മൾ അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അറിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ കണ്ടോ ഞാനിപ്പോ മെസ്സിയുടെ കൂടെ സ്വതന്ത്രം. മെസ്സി അറിഞ്ഞെങ്കിൽ പുള്ളി പൈസ വാങ്ങുകയും ചെയ്യുന്നു സ്വതന്ത്രം.
യേശുവിനെ കൂടെ ഇരിക്കാൻ തക്കവണ്ണം നമുക്കൊരു ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അതിനെക്കാട്ടും വലിയ സന്തോഷം വേറെ പറ. വേറെ ഒന്നും വേണ്ട, എനിക്ക് ആ യേശു മാത്രം മതി. അവന്റെ കൂടെ ഒരു ദിവസം ഇരിക്കണം, അവന്റെ കൂടെ ഒരു മിനിറ്റ് ഇരിക്കണം. അത്രയ്ക്ക് ഞാൻ എന്നെ പെർഫെക്റ്റ് ആക്കി തരണമേ എന്ന് ദൈവത്തോട് ഇന്ന് രാത്രിയെ പ്രാർത്ഥിച്ചാൽ സ്വർഗം നമ്മെ പെർഫെക്റ്റ് ആക്കി മാറ്റും. അങ്ങനെ ഒരു വിശേഷത ദൈവാത്മത്താൽ കരങ്ങൾ തൂക്കി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് അവന്റെ രാജ്യത്തിലെത്തി. അത് 6ാമത്തെ പ്രൊസീജിയർ. ഈ 6 പ്രൊസീജിയർ നമ്മൾ മൈൻഡ് കിടക്കണം. ഈ 6 പ്രൊസീജിയർ കിടന്നതിന് ശേഷം 4ാമത്തെ അധ്യായത്തിൽ വരാം. 4ാമത്തെ അധ്യായത്തിൽ വരാം. അതിന്റെ 16ാമത്തെ വാക്യം. 4ന്റെ 16ാമത്തെ വാക്യം. ஒவ்வொரு அவயவம் தன் தன் அளவுக்கு தக்கதாய் கிரியை செய்கிறபடியே அது அன்பினாலே தனக்கு பக்திவிருத்தி உண்டாக்குகிறதற்கு ஏதுவாக. Thank you sister. അത് മലയാളത്തിലുള്ള സിസ്റ്റർ വായിച്ചില്ല സിസ്റ്റർ. 4ാമത്തെ യുക്തമായി ചേർന്ന ഒരു മിനിറ്റ്. എന്താ വാക്കിന്റെ അർത്ഥം? ശരീരം മുഴുവൻ യുദ്ധമാണ്. കൈ ഇരിക്കുന്ന സ്ഥലത്ത് കൈ, കാലിരിക്കുന്ന സ്ഥലത്ത് കാല്, ചെവി സ്ഥലത്ത്. അത് സിസ്റ്റമാണല്ലേ? സിസ്റ്റമാണ്. ഇതിൽ എവിടെയെങ്കിലും കാലിരിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു 4 കാലുള്ള ഒരു കോഴിയെ കുറിച്ച് പബ്ലിഷ് ചെയ്ത സ്വന്തം ഒരു അടുവാണ്. അത് കാണാൻ തക്കവണ്ണം ആൾക്കാർ എന്ത് ചെയ്യണം? സാധാരണ 2 കാലല്ലേ ഉള്ളൂ. 4 കാല് വന്ന കോഴിയെ കാണാൻ ആൾക്കാർ ആ പാട്ടിൽ പോകുവാൻ എന്ന് പറയാൻ അതിശയമായി. ഇനി നമ്മുടെ കാലിരിക്കുന്ന സ്ഥലത്ത് കൈ വന്നെങ്കിലോ നമ്മളെ കാണാൻ ഭംഗിയാണോ? ആണോ? അതേ വാക്കിന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്തു തല ശരീരത്തെ വളരെ യുക്തമായിട്ട് വളരെ ആക്യുറേറ്റായിട്ട് ചിന്തിക്കുമ്പോൾ സഭയെ കാണാൻ എന്ത് രസമാണ്. ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടത്തോളൂ. കാര്യം ഈ ദൂത് ഒഴി വരുന്നതുകൊണ്ടാണ് ഞാൻ വേറൊരു ലെവലിലേക്ക് ചിന്തിക്കാത്ത കാര്യം. ഓർത്തോണം, എനിക്ക് ഈ സഭയ്ക്കകത്ത് മനോഹരമാക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മനോഹരിക്കുമ്പോൾ തമിഴിൽ തന്നെ വാക്ക് പറയും. ഉദവി എന്ന വാക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉദവി എന്ന വാക്ക് അതത് അംഗത്തിന് അംഗത്തിന് ഒത്തവണ്ണം ഉദവി തമിഴ് വാക്കല്ലേ? ഞങ്ങൾ തമിഴിൽ കിടക്കുന്ന സ്വത്രം ഉദവി. ഉദവി എന്ന വാക്ക് മലയാളത്തിൽ ഉദവി തമിഴ് വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ആ വാക്കാണ് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അസൂയയില്ലാത്ത സഭ എന്നാണ്, പൊറാമയില്ലാത്ത സഭ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സഭയ്ക്ക് എന്തില്ല? ഒരാൾ കരം കൊടുത്ത് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ പൊറാമയില്ല. കരം കൊടുത്തു പറഞ്ഞു നമ്മുടെ സഭയിൽ എന്തില്ല? പൊറാമയില്ല. അപ്പൊ അതിനകത്ത് ഓരോ അംഗത്തിന് കാര്യം എനിക്ക് തന്ന അവകാശം പാസ്റ്റർക്ക് പോകത്തില്ല. പാസ്റ്റർക്ക് പോയ അവകാശം എനിക്കില്ല. ഞാൻ പാസ്റ്റർമാര് പൊറാമ കാണിച്ചാൽ ആടറിറങ്ങി പോകണം. അപ്പൊ സഭ വരാത്ത കാര്യം എന്താ? പറ. ഞാന് ഒരു കാറ് മേടിച്ചു. ഞാൻ 3 ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. 2 ചർച്ച് ഞാൻ ഏജിയുടെ പാസ്റ്ററാണ്. ഏജിക്ക് അത് വിട്ടുകൊടുത്തു. ഇപ്പൊ 3ാം ചർച്ച ഇരിക്കുകയാണ്. അപ്പൊ 1ാമത്തെ ചർച്ച വിട്ടുകൊടുക്കാത്ത കാരണം ഞാൻ ഒരു കാർ എടുത്തു. അപ്പൊ കാർ എടുത്തപ്പോൾ അവിടുത്തെ വിശ്വാസം പറയാണ് സഭയ്ക്ക് വന്ന പൈസ എടുത്താണ്. അപ്പൊ ഞാൻ ഓർത്തു കാർ അന്ന് തന്നെ വിൽക്കാൻ പോയി. അപ്പൊ ലോണ് 6 മാസത്തെ ഈ ട്രാൻസ്ഫർ മാത്രമേ ഞാൻ 6 മാസം നോക്കിയിരുന്നു. കാറും കൊടുത്തു, ഞാനും പോയി സ്വന്തമേ. കാര്യം പൊറാമയുള്ള വിശ്വാസത്തെ ശുശ്രൂഷിച്ച സഭ എന്തെത്തില്ല. 2ാമത്തെ ചർച്ച സ്റ്റാർട്ട് ചെയ്തു. ഒരു വീട് വെച്ച് അതിന്റെ ഡെഡിക്കേഷൻ തലേദിവസമായപ്പോഴാണ് വിശ്വാസിയുടെ മോഹം കടന്തൽ കൊണ്ടുപോയി. പിറ്റേ ആഴ്ച മാസം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ശുശ്രൂഷ ഒഴുകുന്നില്ല. അങ്ങോട്ട് മെസ്സേജ് ഇങ്ങോട്ട് വരികയാണ്. 2ാമത്തെ ആഴ്ച നോക്കി വീണ്ടും മെസ്സേജ് ഇങ്ങോട്ട് വരികയാണ്. ഭയങ്കര ആരാധന സ്ഥലമാണ്. നമ്മുടെ സാധാരണ രാവിലെ 6:30 ഭയങ്കര അഭിഷേകമാണ്. ഒത്തിരി ദൈവദാസന്മാർ സാം ജോസഫ് വന്നിട്ട് 3-4 പ്രാവശ്യം പ്രസംഗിച്ചു. വീണ്ടും എന്നെ കൂപ്പിട്ട ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പാസ്റ്റർ. അത്രമാത്രം
സ്ഥാനത്ത് അനുഭവിച്ച സഭയാണ്. പക്ഷെ 3-ാമത്തെ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ദൂരം എന്തില്ല. പക്ഷെ 10,000, 50,000, 60,000 വരുമാന സഭയാണ്. ഞാൻ വിദേശത്ത് പോയ സാധനങ്ങൾ, കാർപ്പറ്റും കീബോർഡും നല്ല സിസ്റ്റമായിട്ട് സഭ പോകും. AC എല്ലാം നല്ല അനുഗ്രഹിക്കുന്ന സഭയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് വലിയത് ശുശ്രൂഷയാണ്, എനിക്ക് വലിയത് സഭയല്ല. മനസ്സിലായി? എനിക്ക് സഭ, എനിക്ക് ശുശ്രൂഷയാണ് ഏറ്റവും വലിയത്, എന്റെ സഭയല്ല ഏറ്റവും വലിയത്. ഞാനെന്ന് അറിയാമോ, സഭയ്ക്ക് ദോഷം വരാതിരിക്കത്തക്ക താക്കോല് കൊണ്ട് ഞങ്ങളുടെ സെക്ഷനിൽ ഒരു പാസ്റ്ററെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സഭയിൽ വേറെ ഒരാൾ നോക്കണം, ഇത്രയും ലക്ഷങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട്, അക്കൗണ്ടിനകത്ത് 26 ലക്ഷം രൂപ ഇട്ടും, ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് വന്നുണ്ടാക്കിയ സഭ അക്കൗണ്ട് ഇട്ടും, അവ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആരും ഇറങ്ങി പോകും. അപ്പൊ നിങ്ങൾ പാസ്റ്റർ പൈത്തി എന്ന് പറയും. എനിക്ക് ശുശ്രൂഷയാണ് ഏറ്റവും വലിയത്. ഞാൻ ശുശ്രൂഷ ആയിക്കൊണ്ട് ഒരു പുറാമയുടെ ആത്മാവ് സഭയിൽ വന്നാൽ സഭ വളരത്തില്ല. സ്വന്തം മനസ്സിലാവുന്നുണ്ടോ? സമയം പോയ പാസ് പറയല്ല. സ്വന്തം ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ പാസ് പറഞ്ഞെങ്കിൽ എനിക്ക് അത് പറയാൻ പറ്റും. സ്വന്തം ഞാൻ കുഞ്ഞെ അവിടെ ഇരിക്കുക. സ്വന്തം കറുപ്പേടി സ്വന്തം ഒന്നാതെ ശബ്ദം കേട്ടിരിക്കുക. സ്വന്തം പ്രൈസ് ഇബ്രാഹിം പറഞ്ഞ പ്രൈസ് ഷുഗറൊന്നുമില്ലല്ലോ, ഷുഗർ പ്രഷർ എല്ലാം ഉണ്ടോ? ഇല്ലല്ലോ. സ്വന്തം ഓക്കെ, ശ്രദ്ധിച്ചാൽ സ്വന്തം. ഞങ്ങളുടെ സഭയിലാണെങ്കിൽ പാലിന് കുഞ്ഞുങ്ങൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പാൽ കൊടുക്കത്തോ. സ്വത്രം ഞങ്ങളുടെ സഭ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്വത്രം ഒരു രക്ഷയില്ല. സഭയിൽ വന്ന് പിൻ ഡ്രോപ്പ് സൈലന്റാണ്. ഞാൻ എന്റെ മുഖത്ത് നോക്കി അനുവാദം ചോദിച്ചു ഇറങ്ങി പോകുന്നു. സ്വത്രം അത്ര വളരെ സിസ്റ്റം സഭയായി പോകുന്നത് ഇപ്പോഴും അങ്ങനെ ഒരാമേ പറഞ്ഞ സ്വത്രം. ശരി, ഇനിയെങ്കിലും നിങ്ങൾ എന്റെ വഴിയോടുകൂടി ആയിരിക്കാൻ വരുന്ന സ്വത്രം വഹിക്കാം. ശ്രദ്ധിക്കണം, ഇതേപോലെ വാക്ക് പുറാമെ സഭയ്ക്കകത്ത് വന്നാൽ സഭ വളരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആത്മാവ് ഞാൻ പറയാം, ഓരോ അംഗത്തിന് അതിന്റെ അംഗത്തിന് ആ ഒത്തവണ്ണമുള്ള ഉദവി ദൈവം കൊടുത്തിരിക്കുമ്പോൾ പരസ്പരം പുറാമെ കാണിച്ചാൽ ആർക്കും ഒന്നും ലഭിക്കത്തില്ല, അവൻ നശിക്കത്തേ ഉള്ളൂ. അവൻ ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ ഞാൻ ചർച്ച സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കണ്ണൂരിട്ട് നിർത്തിക്കുന്നതല്ല. സ്വന്തത്തെ വേണേ വന്നാൽ മതി, ഇല്ലെങ്കിൽ പൊക്കാമെന്ന്. ഇവിടെ പുറാമയുടെ ശക്തിക്ക് ഒരു സാധനം. ഒരു കാർ എടുത്തപ്പോഴും സഭ പോയി, ഒരു വീട് കെട്ടിയപ്പോഴും ഇനി എന്ത് പോകുന്ന ആർക്കറിയാം. പാസ് പ്രാടമാണല്ലേ, കുഴപ്പമില്ലല്ലോ. ആർക്കറിയാം? സ്വന്തം ഞങ്ങൾക്ക് ഒരു യാരീസ് പോലും ഇല്ല. മൊത്തത്തിൻ്റെ പാസ് ഒരു പ്രാടം. ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം കഴിക്കാൻ. വിശ്വാസിക്ക് എന്തുണ്ടാക്കിയാലും ഒരു പ്രശ്നവും പാസ് കയ്യിൽ വാങ്ങിച്ചല്ലേ. ഇന്നപ്പോ പാസ സ്കാൻ ചെയ്ത്, പാസ മക്കളെ സ്കാൻ ചെയ്യും, ഭാര്യയെ സ്കാൻ ചെയ്യും, മൊത്തം സ്കാൻ. കഴിഞ്ഞ ആഴ്ച ഏതിട്ടോണ്ട് വന്നു, ഈ ആഴ്ച ഞങ്ങളെക്കാൾ വലുതാണോ? ദൈവമക്കളെ, ഞാൻ സഭയുടെ ആത്മാവ് വളരെ താല്പര്യം പറയാം. ആ ഓരോ അംഗത്തിന് അതതിന്റെ ശക്തി അനുസരിച്ച് കർത്താവ് കൊടുക്കുന്നത്. അവിടെ വിശ്വാസം അനുസരിച്ചും അവിടെ പ്രാർത്ഥന അനുസരിച്ചും ദൈവത്തിന് അവർ കാണിച്ച കൃപ അനുസരിച്ചും ദൈവമാണ് കൊടുക്കുന്നത്. അവരവർ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ പരസ്പരം ഐക്യപ്പെടുവാൻ, എല്ലാ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ, എല്ലാവരും ഉയർച്ച ആനന്ദിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ കരവലിച്ചൊന്ന് പണ്ടാളികത്താവേ, ഏതെങ്കിലും പുറാമയുടെ ആത്മാവ് എന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടു പോയത് ഈ സഭ അതിന്റെ വിശുദ്ധിയോടെ, അതിന്റെ വളർച്ചയോടെ, അതിന്റെ വിശ്വാസതയോടെ വളർന്നു വരത്തക്കവണ്ണം ഈ സഭയെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സഭ അതിന്റെ വിശേഷത പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതത്തിന്റെ നന്ദികളെ വാഴ്ത്തുന്നു. ഈ സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞാൻ സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആ സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അല്ലാതെ മറ്റൊരു ആത്മാവ് ഈ സഭയ്ക്കകത്ത് കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഞാൻ നിർബന്ധത്തോടെ ശാസിച്ച്
ആക്കത്തിനെ അടിച്ചു പറയുന്നു. Only one control for Holy Spirit. ഈ സഭയിൽ നിന്നിരിക്കുന്നത് ഒറ്റ ആത്മാവാണ്, അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. Thank you Jesus. ഇതിനെ പദത്തിലേക്ക് വേഗത്തിൽ നിർത്താം. അപ്പൊ 1 കൃപാദനം, 2 മഹിമാദനം, 3 അവൻ കൃപയുടെ അക്ഷന്തനം, 4 വാത്സല്യം, 5 അവൻ നമ്മൾ ക്രിസ്തുവിനെ ഉയർപ്പിച്ചു, 6ാമത്തെ കാര്യം അവന്റെ കൂടെ ഇരുത്തി. ഇനി നിങ്ങൾ അവൻ 3ന്റെ 20ാമത്തെ വാക്യം വായിച്ചേ. 3:20 വായിച്ചു. നാം വേണ്ടിക്കൊള്ളുന്നവർക്കും. ഓക്കെ, അവിടെ ഇംഗ്ലീഷിൽ ബട്ടൺ ആയിരിക്കും, BUT ബട്ടൺ. പക്ഷെ മലയാളത്തിൽ ഒരു വാക്ക് എന്നാ. ഈ എന്നാണ് വാക്ക് തന്നെ എനിക്ക് ശരിക്കും പ്രസംഗിക്കണം, പക്ഷെ ഇപ്പോൾ ചെയ്തില്ല. ഈ എന്നാൽ എന്ന വാക്ക് നമുക്ക് പറയണമെങ്കിൽ ഈ 6 പ്രൊസീജിയർ വെച്ചാൽ കറക്റ്റ് ആയെങ്കിലേ എന്നുള്ള വാക്ക് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം ചെയ്യാം. എന്നുള്ള വാക്ക് ഇന്ന് ഇവിടെ തുടങ്ങും. എന്നാൽ എന്ന നിങ്ങൾ തമിഴ് എനിക്ക് അറിയത്തില്ല പദം. എന്നാൽ ബട്ട് എന്ന വാക്ക് ഇന്ന് തുടങ്ങണം. അതുകൊണ്ട് നമ്പർ 1 എനിക്ക് കൃപ ലഭിച്ചു. ഞാൻ അതിനെ അത്യന്തം മഹിമകരമാക്കി. എന്നിട്ട് ഞാൻ അത്യന്തം കൃപയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അവൻ ക്രിസ്തുവിന്റെ വാത്സല്യം പ്രാപിച്ചു. എന്നിട്ട് ഞാൻ ക്രിസ്തുവിന്റെ അവന് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ചേർന്നിരിക്കുന്നു. ചേർന്നിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒരു തടസ്സവും ഇല്ല. ഇപ്പൊ ഞാൻ ആരായി മാറി? പെർഫെക്റ്റ്. നിങ്ങൾ മൈൻഡിൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കി. കർത്താവേ, ഞാൻ എന്റെ ക്രിസ്തുമായിട്ട് ഏകീഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി വേറെ ഒരു ശക്തി അവിടെ ഇല്ല എന്ന ചിന്തയുണ്ടെങ്കിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന, എന്റെ അകത്ത് ഇൻപുട്ട് ചെയ്ത ഒരു പരിശുദ്ധ ആത്മാവിന് കഴിയും. വേറൊരു വ്യക്തി വന്ന് പ്രവചിക്കണമെന്നില്ല, വേറൊരു വ്യക്തി വന്ന് പറയണമെന്നില്ല. എന്റെ അകത്ത് ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. ആ ഹോളി സ്പിരിറ്റ് എന്നെ ആദ്യന്തമെന്ന ലെവലിലോട്ട് അവൻ ഞാൻ ചോദിക്കുന്നതിന്, ഞാൻ നിലച്ചതിന് അപ്പുറമായിട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ഞാൻ വെളിപ്പാട് പറയുന്നു. ഈ സഭ അത്യന്ത മഹിമയുടെയോ അത്യന്ത അഭിഷേകത്തിന്റെയോ അത്യന്ത കൃപയുടെയോ ഒരു ഒഴുകിടുകൊണ്ട് സഭയെ ഒഴുകുമെന്ന് ആത്മാവ് കണ്ടുകൊണ്ട് അവൻ അഭിഷേകത്തിനാൽ ആ വാക്ക് പ്രഖ്യാപിക്കുന്നു. കരമടിച്ചു യേശുവേ, നിന്റെ ശക്തിയാൽ എനിക്ക് അത് വെളിപ്പാട് പ്രാപിച്ചതാകട്ടെ. ഞാൻ വെളിപ്പാട് പറയാൻ പോവുകയാണ്. ഈ ഫിലിപ്പോസ് ഈ നടന്ന കിലോമീറ്റർ ബൈബിളിലില്ല, പക്ഷെ ചരിത്രം പറയുന്നത് 165 കിലോമീറ്റർ ശങ്കനെ കാണാൻ നടന്നു. കാൽനടയിൽ ശങ്കനെ കെട്ടി തേരിൽ കയറി സുവിശേഷം പറഞ്ഞ് തണ്ണീരിറക്കി അദ്ദേഹം സ്നാനപ്പെടുത്തി. ശങ്കൻ കണ്ണൂർ നോക്കിയപ്പോൾ ഫിലിപ്പോസിനെ 165 കിലോമീറ്റർ നടന്ന പാർട്ടി 2000 കിലോമീറ്റർ ദൈവം എടുത്തോണ്ട് പോയത്. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി പ്രയത്നിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു മേഖലയിൽ കയറാൻ പറ്റുന്നില്ല. പക്ഷെ എടുക്കാൻ പോലെ ആത്മാവെടുക്കും. ആത്മാവെടുത്തു കഴിഞ്ഞാൽ പിന്നെ അസ്തത്തിലേക്ക് കൊണ്ടുപോകും. അത് ദൈവസഭയുടെയും വ്യക്തി ജീവിതത്തിലെ ചില വിഷയങ്ങൾ എടുത്തിട്ട് അത് കാരണമാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവോട് പറയാം. സഭയോട് പറയാം, കർത്താവിന് വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് എടുക്കും. എത്ര കിലോമീറ്റർ നടന്നു? 165 എടുത്തത്. നിങ്ങൾ കരിച്ചു കുടിച്ച് 165 നമുക്കറിയാം. 2000 ആകുമ്പോൾ എത്ര പേഴ്സൻ്റാണ് ദൈവം കൊണ്ടുപോയത്? നിങ്ങൾ കണക്കിൽ
എത്ര വെച്ചാൽ 1200 times. അതെ എന്താ കിട്ടിയ നിങ്ങളെ കളിച്ചു വരുമ്പോൾ ഞാൻ പോകും. 165 കിലോമീറ്റർ സുവിശേഷം പറയാൻ നടന്നുപോയി. ആ മനുഷ്യൻ 2000 കിലോമീറ്റർ എടുത്തോണ്ട് പോയെന്ന്. ഞാനൊരു കണക്കൂടി പറയാം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു നോക്കിയാൽ ഈ കണക്ക് പറഞ്ഞാൽ പോലും മണിയിപ്പോൾ 8 കണക്ക് പറഞ്ഞു വരുമ്പോൾ 10 മണിയാവും. സ്വത്രം കണക്കല്ലേ കൂട്ടി വരണ്ടേ സ്വത്രമേ സ്വത്രം. എന്നാൽ വായിച്ചു കിട്ടും. 1 ദിനവൃത്താന്ത പുസ്തകം ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 20 വേഴ്സസ് 22 എന്നിട്ട് വേഴ്സ് 25 വായിച്ചു. 20 chapter 20 verse 22 ഒന്ന് ഫസ്റ്റ് ക്രോണിക്കൽസ് chapter 12:20 yeah 20 രണ്ട് ദിനവൃത്താന്തം 2 വായിച്ചേ. ഫസ്റ്റ് സോറി 2 സെക്കൻഡ് ക്രോണിക്കൽ ചാപ്റ്റർ 20 വേഴ്സ് 22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദായിക്ക് വിരോധമായി വന്ന അമോര്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ അങ്ങനെ തോറ്റുപോയി. 25-ാമത്തെ വാക്യം. അവർ പറഞ്ഞിട്ടുണ്ടാവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അന്തിമ സമ്പത്ത് വിശേഷ വസ്ത്രം വസ്തുക്കളും കണ്ടെത്തി. അത് വായിക്കും. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു. കൊള്ള അധികമായതുകൊണ്ട് 3 ദിവസം. എന്റെ മുഖത്ത് നോക്കി എത്ര ദിവസം ആരായിച്ചു പറഞ്ഞത്? എത്ര ദിവസം ആരായിച്ചു? 3 days. എത്ര സമയം ആരായിച്ചു? എത്ര സമയം ആരാധിച്ചു? 1 ദിവസം. 1 ദിവസം തുടങ്ങിയത് 1 ദിവസം അല്ലേ? 2 ദിവസം തുടങ്ങിയോ? 1 ദിവസം. 1 ദിവസം ആരായിച്ചപ്പോൾ ദൈവം കൊള്ളയിടം കൊടുത്ത ദിവസം എത്ര? അപ്പൊ 2 ദിവസം ആരായിച്ചെങ്കിലോ 6 ദിവസം 3 ദിവസം ആരായിച്ചെങ്കിലോ സത്യം. അപ്പൊ 4 ദിവസം ആരായിച്ചെങ്കിലോ വെള്ളത്തിൽ മനസ്സോത്രം തേക്കാൻ. അപ്പൊ 5 ദിവസം ആരായിച്ചെങ്കിലോ 15. ആരായിച്ചില്ലെങ്കിലും ആരാധിച്ചില്ല. ശരിയായി. അപ്പൊ ആരാധന ദൈവം പുതിയതല്ലേ? ഒരു ആരാധന കർത്താൻ കൊടുത്താൽ 3 ദിവസം ഇങ്ങോട്ട് കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർത്തരുത്, ആലോചിച്ചോണം. അതേ ആശയം തന്നെയാണ് 165 കിലോമീറ്റർ നടക്കുന്ന ദൈവ മനുഷ്യനായ ഫിലിപ്പോസിനെ 2000 കിലോമീറ്റർ എടുത്തോണ്ട് പോയെങ്കിൽ ദൈവത്തിന്റെ പേഴ്സൺ പഠിച്ചോണം. അതുകൊണ്ട് ഇത് രാവിലെ ഈ വൈകുന്നേരം ഈ ആലയത്ത് വന്ന് 1 മണിക്കൂർ ആരാധന കൊടുത്താൽ നിങ്ങൾക്ക് 1000 മണിക്കൂർ ദൈവം നൽകുന്ന സ്വത്ര. നിങ്ങൾക്ക് ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇതിനകത്തേക്ക് എന്ത് കൊടുത്താൽ അവൻ അതിനൊക്കെ 1000 മടങ്ങ് തരുമെന്നാണ്. അതുകൊണ്ട് ദൈവം ആർക്കും കരക്കാരനല്ല, ദൈവം ഉയർത്തി ചരിത്രമേ ഉള്ളൂ. കരമടിച്ചത് പറഞ്ഞാട്ടെ അങ്ങനത്തെ വെളിപ്പാട് എനിക്ക് രാത്രി വന്നാൽ അത് എന്റെ ആത്മീയ ജീവിതത്തിന് ഒരു കരുത്ത് തന്നാൽ അത് ദൈവം വിശ്വസ്തയോടെ എന്നെ ഉയർത്തുമെന്ന് എനിക്ക് വിശ്വാസമായി. പറഞ്ഞു ദൈവം ഇരട്ടി അവരെ തത്വമാനിച്ച് ഉയർത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ഉയർത്തി മാനിക്കത്തേ ഉള്ളൂ. ആ ദൈവത്തെ വിശ്വസ്തതയെ ഇന്ന് ആത്മാവിൽ ബോധ്യപ്പെടാൻ ദൈവം മാനിക്കാൻ പോവുകയാണ്. അച്ഛന്റെ പേര് പറയാ. ഡേവിഡ് അച്ഛൻ ഒരു വിഷയത്തെ കുറിച്ചാണ് അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കുന്നത്, ഒരു ആവശ്യം. പക്ഷെ അതിന് ദൈവം ഈ ദിവസം ഏറ്റവും വേഗത്തിൽ ദൈവം നിവർത്തി, അത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അത് തന്നെ ദൈവാത്മാവ് നിങ്ങളെ കണ്ണിൽ കാണിപ്പിച്ച് ദൈവം മാനിക്കും. അത് ദൈവത്തിന് അത് ഹോശിയ പ്രവാചക പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന ആ വെളിപ്പാട് നിമിത്തം ദൈവം മാനിക്കും. ആ ദൈവത്തിന് വിശ്വസ്തപ്പെട്ട കാര്യമാണ്.
സമയമാണ്. ആ കർത്താവിനെ സ്തോത്രം കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർത്തോണം, അവൻ നാം ചോദിക്കുന്നതിലും നാം നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തികൾ കഴിയും. ഞാൻ ഒന്നുകൂടി പറയാം, ഈ സഭയോട് ഞാൻ പറയാം, ദൈവമക്കളോട് പറയാം, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും കർത്താവ് വരാൻ താമസിച്ചാൽ ഏതെങ്കിലും ടൈമിൽ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ സഭയെ ദൈവം ഈ ദൂത് വെച്ച് അത്യന്തം നമ്മ വിഷയത്തിലേക്ക് ദൈവം ഉയർത്തുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. പരിശുദ്ധാത്മാ നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട്, അവന്റെ ശക്തി നമ്മുടെ ഉള്ളത് കൊണ്ട്, നാം അവന്റെ അഭിഷേകം കൈവശമാക്കിയത് കൊണ്ട് ഒരു കാരണവശാലും ഒരു ശൂന്യത വെളിപ്പെടുവാൻ സാധ്യതയില്ല. ഒരു സ്തോത്രകർത്താവ് കൊടുക്കാമോ? ഞാനൊരു വാക്കുകൂടി പറഞ്ഞിരുത്താം. ആ കരുവി ചെറിയൊരു കണ്ടന്റ് അകത്ത് വന്നതുകൊണ്ട് ഈ പൗലോസ് 14 ലേഖനം എഴുതി. അതിനകത്ത് 105 അധ്യായമുണ്ട്. പൗലോസ് എഴുതിയ 14 ലേഖനം 105 അധ്യായമുണ്ട്. അതിനകത്ത് 2341 വാക്യമുണ്ട്. എത്ര? 2300. കണക്കിലാണ് കുഴപ്പം, കണക്ക് പഠിക്കണം. 105 അധ്യായവും 2341 വാക്യം. ഇതിനകത്ത് നിന്ന് പൗലോസ് ഏറ്റവും കണ്ടന്റ് വാക്ക് ഞാൻ പറഞ്ഞിട്ട് നിർത്താം, വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 11 11 അധ്യായം 40 വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 40 വാക്യം വേഗത്തിൽ. അവർ നമ്മെ കൂടാതെ അവിടെ എനിക്ക് വേണ്ടി തമിഴ് വായിച്ചിരിക്കുമോ? விசேஷித்த நன்மையானதொன்றை தேவன் நமக்கென்று முன்னதாக நியமித்திருந்தார். സിസ്റ്റർ ഒന്നുകൂടി വായിച്ചോ, നന്നായി വായിച്ചോ. அவர்கள் நம்மை அல்லாமல் பூரணராகாதபடிக்கு விசேஷித்த நன்மையானதொன்றை தேவன் நமக்கென்று முன்னதாக நியமித்திருந்தார். അബ്രഹാം, അവിടെ നമ്മൾ ആദ്യത്തെ പഠനമധ്യായം തുടങ്ങുമ്പോൾ ആദാം, ഹാബേൽ, ഹാനോക്ക് ഇവരാ തുടങ്ങുന്ന സ്വന്തം. അപ്പോ അടുത്ത മോശയുണ്ട്, പിന്നെ ശിംശോനുണ്ട്, യെശയ്യാവുണ്ട്, ഇരമ്യാവുണ്ട്, അബ്രഹാമുണ്ട്. ഇങ്ങനെ ഇന്റർനാഷണൽ വ്യക്തികളുണ്ട്. ഇവരെ എല്ലാരും പുറകിൽ നിർത്തിയിട്ട് എന്നെ മുന്നിൽ കൊണ്ടുപോകണം. പിടിച്ചാച്ച 3 മാസമായോ? അതാണ് വാക്കിന്റെ അർത്ഥം. അവർ എന്ന് പറയുന്നതാണ് അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്, ഹാനോക്കുണ്ട്, ഹാബേലുണ്ട്, ആദാമുണ്ട്, ശിംശോനുണ്ട്, യെശയ്യാവുണ്ട്, ഇരമ്യാവുണ്ട്, ദാനിയേലുണ്ട്. ഇങ്ങനെ നീണ്ട ഭക്തന്മാരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അവരെക്കാൾ നിങ്ങളെ ഞാൻ മുൻപിൽ കൊണ്ടുവന്ന്, ഇതാണ് ക്രിസ്തു സഭയ്ക്ക് ലഭിച്ച ഫസ്റ്റ് പ്രയോറിറ്റി. അബ്രഹാമിന്റെ അത്ര വിശ്വാസം നമുക്കുണ്ടത്. പിന്നെ നമ്മളെ മുമ്പ് നിർത്തി അബ്രഹാം പുറകിലാക്കിയത്. നമ്മൾ തീക്കത്തിറങ്ങിയോ? പക്ഷെ തീക്കത്തിറങ്ങിയ പുറകെ നിർത്തിയിട്ട് നമ്മൾ മുമ്പ് കൊണ്ടുവന്നില്ലേ? നമ്മൾ സിംഹത്തിന് പുറകെ ഇറങ്ങിയോ? ഇല്ല. പക്ഷെ അവരെ പുറകെ നിർത്തി നമ്മൾ മുമ്പ് കൊണ്ടുവന്നോ? പുരിയതാ സ്വത്ര. നിങ്ങൾ ഇന്നലെ പുരിയുടെ വാർത്ത നല്ല മനസ്സിലാവുന്ന സ്വത്രം തേക്കാൻ. ശിംശോൻ സ്വത്രം വലിയവനല്ലേ? ആ ഒരു പച്ചക്കഴുത്ത് ആടി എല്ലുകൊണ്ട് ശിംശോൻ ഫെലിസ്ത്യനെ ഓടിച്ചതല്ലേ? പക്ഷെ ശിംശോനെ പുറകെ നിർത്തിയിട്ട് എന്നെ മുമ്പിൽ കൊണ്ടുവന്നില്ലേ? ഇത്രയും പ്രയോറിറ്റി എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവേ, ഇത്രയും പ്രയോറിറ്റി പ്രാപിച്ച ഞാനാണോ ഇങ്ങനെ പോകുന്ന സ്വത്രം? തിരുമ്പി വരാമോ? ആവിക്കുകയും വരാമോ? ആണ്ടൊരു സിദ്ധം ചെയ്യാത്തക്കവണ്ണം ഒപ്പ് കൊടുക്കാമോ? ആണ്ടവരെ അവളവ് പ്രായകാലം എനിക്ക് തരുന്നുവെങ്കിൽ ഞാൻ ഇന്നേക്ക് ആണ്ടര രൂപ ഒപ്പ് തരുന്നു. ആണ്ടര രൂപ ഒപ്പ് തരുന്നു. എന്നെ ഭയപ്പെടുത്തണം. അന്ന വാർത്ത നിമിത്തം ഞാൻ മുൻപ് വരുത്തും. ആണ്ടവരെ എല്ലാവരും പാർക്കുമ്പോൾ ഞാൻ വിശേഷിച്ച വ്യക്തികളെന്ന് എല്ലാവരും പറയത്തക്കവണ്ണം ആണ്ടവരെ പെരിയ പ്രശസ്താണ് കരം വീശി വീശി ആണ്ടവരെ സ്വന്തം അത്രയും പ്രയോറിറ്റി ദൈവം തരുന്ന ആ ദൈവത്തിന്റെ പ്രയോറിറ്റിക്കായി ഞാൻ ഇപ്പൊ നിർത്തട്ടെ മാസ്റ്റർ സോദരൻ പറയണ്ട, നിർത്തട്ടെ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നെടുക്കാം പ്ലീസ്. ഞാൻ രാവിലെ ഈ സമയത്ത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായി നിൽക്കായും
കാരണം അതനുസരിച്ചാണ് ഞാൻ വളരെ സൈലന്റ് എന്ന വാക്ക് പറഞ്ഞത്. നമുക്കിന്ന് രാവിലെ കവി സഭയിൽ കർത്താവേ, എന്റെ മേൽ അങ്ങനത്തെ ഒരു ആത്മാവിനെ എനിക്ക് പകരണം കർത്താവേ. ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എനിക്ക് അല്പം കൂടി മുൻപന്തി വരണം. എനിക്ക് അല്പം കൂടി ദൈവത്തിന്റെ കൃപ പ്രാപിക്കണം. എനിക്ക് അല്പം കൂടി ആവിക്കുറിയ ലൈഫ് ആന്റെ വാർത്തയ്ക്കുള്ള എനിക്ക് വരണം. ആന്റെ കർത്താവ് പറ്റി നിന്ന് ആന്റെ ഊഴിയ സൈന്യം ആത്മഭാരവന് ഉള്ളിൽ തരണം. അനേക ആത്മാക്കൾ ആണ്ടവർക്കായി ആദായപ്പെടുത്തുവാൻ ആണ്ട് ഉദവി ചെയ്യണം. ആണ്ടവരെ, നീ എന്തൊരു പെരിയ ആണ്ടവരാണ്. എനിക്ക് തന്നിരിക്കുന്ന പ്രിവിലേജ് എനിക്ക് പ്രയോറിറ്റിയെ ഞാൻ ഒന്നുകൂടി ഇന്ന് കർത്താവ് കേട്ടല്ലോ. അതനുസരിച്ച് നീ എന്നെ ഭയപ്പെടുത്തും ആണ്ടവരെ എന്ന് അവൻ നന്നായിട്ട് ആ ശക്തമായി ആണ്ടവര് പേശുക. എല്ലാ കൈയും മേപ്പെടുത്തുകയെ ആണ്ടവരെ എന്നോട് പേശിയ വാർത്ത നിമിത്തം ആണ്ടവര് ഒപ്പ് തന്ന ആണ്ടവര് ഇങ്ങനെ പോയാ പോകുന്ന താവേ എനിക്ക് ആണ്ടവര് വരണം. ആണ്ടുവാൻ ആശീർവാദം പെറ്റുകൊള്ളണം. ആണ്ടിന് ആത്മാവ് അഭിഷേകത്തെ പെറ്റുകൊള്ളണം. ഇന്ന് വാർത്ത നിമിത്തം സകലത്തിന് മുൻപന്തി വന്ന ആണ്ടവരെ അതിനാൽ ആണ്ടവരോട് ഇടപെട്ട അത് വാർത്ത മൂലമാണ് ഇടപെട്ടു. അല്പ നിമിഷം എല്ലാവരും ശബ്ദമായി ശക്തമായി നിങ്ങളുടെ ചെവികൾക്ക് സംസാരിച്ചാണ്, നിങ്ങളുടെ ചെവികൾക്ക് പ്രാർത്ഥിച്ചാണ്, ആ ഒപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചാണ്. കമോൺ, ഈ വാർത്ത നിമിത്തം ഒപ്പൊഴുതി ആണ്ടവര് അവനെ പേശണ്ട എല്ലാവരും ആണ്ടവർ പേശണ്ട. ആണ്ടവർ പേശും ആണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും കുഴந்தைகள் ആണ്ടവർ പേശും ഇടപെട്ടും ആണ്ടവര് இந்த வார்த்தை மூலமா என்ன உயர்த்தும் ஆண்டவரே. യേശുവേ കൃപാതരം തരണം ആണ്ടവരേ. അത് മഹിമാതരമായി മാറട്ടെ ആണ്ടവരേ. അത്യന്തം എന്ന ലിസ്റ്റിലോട്ട് വരട്ടെ ആണ്ടവരേ. ആണ്ടവരെ പ്രവാസനെ പെറ്റുകൊള്ളുവാൻ ആണ്ടവരെ കൂടി ഇരിക്കുവാൻ പാപത്തിനും ശാപത്തിനും ഏഴുതീനങ്ങൾ ഒരു വിശുദ്ധരായി മാറുവാൻ ആണ്ട് ഉദവി ചെയ്യണം. പിശാചിന്റെ കെട്ടുകളിൽ നിന്ന് അടിയണം. എല്ലാ വില്ലിശുദ്ധി കെട്ട് ആടിയണം. സകല പൊറാമെ കെട്ട് ആടിയണം. ഇന്ന സഭയെ ആണ്ട് അത്ഭുതമാക്കി മാറ്റണം സഭ. ഒരു വലിയ മൂല്യം, ഒരു വലിയ അഭിഷേകം ദൈവം തരികയാണ്. ഒരു വലിയ അഭിഷേകം ദൈവം തരികയാണ്. ദൈവം വലിയൊരു അഭിഷേകം തരികയാണ്. ദൈവം വലിയൊരു അഭിഷേകം തരികയാണ്. വലിയൊരു അഭിഷേകം ശക്തമായി പേശുക. ശക്തമായി ആണ്ടവരോട് ശക്തമായി ഓ നമ ശതനമദനമ. ഓ തടഞ്ഞു പീശായി തടഞ്ഞു വെച്ചത് അവൻ പീശായി തടഞ്ഞു വെച്ചത് യേശുവിൻ നാമത്തിൽ മാറുകയാണ്. യേശുവിൻ നാമത്തിൽ മാറുകയാണ്. യേശുവിൻ നാമത്തിൽ മാറുകയാണ്. യേശുവിൻ നാമത്തിൽ മാറുകയാണ്. അവൻ പെറ്റുകൊണ്ട് അഭിഷേകം പെറ്റുകൊണ്ട് അഭിഷേകത്തെ വാദം യെസ് അഭിഷേകം ഒരു അഭിഷേകം മാത്രം ശക്തമായി അഭിഷേകം ജീവിതത്തെ കാണുന്ന വെളിപ്പാട് അഭിഷേകത്താൽ തടകൾ മാറുകയാണ്. ആ തടകൾ മാറുകയാണ്. ആ തടകൾ മാറുക യേശു നാമത്തെ. ഓ
അഭിഷേകം 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 ആദ്യം 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 അഭിഷേകം ആദ്യം അഭിഷേകം in the name of Jesus, in the name of Jesus, yes. പെറ്റുകൾ വാതറുന്ന ആട്ടവരോട് പേശുക വാദം പേശ് ആട്ടവരോട് സന്തോഷമായി. Yes. ഒരു വിടുതലയ്ക്ക് അങ്ങനെയൊക്കെ വരുന്ന വിടുതലുകയാണ്. നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. നിനക്ക് വേണ്ടി തുറക്കുകയാണ്. നീ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം നിനക്ക് മറുപടിയാണ്. പരിശുദ്ധാത്മാവ് കൂടെ അത് സ്വന്തമാക്കുവാൻ പാടുന്ന അഭിഷേകത്തിലെ ശക്തി അഭിഷേകം അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം യേശുവിൻ നാമത്തിൽ തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം തമ്പുരാന്റെ അഭിഷേകം ഓ തമ്പുരാന്റെ അഭിഷേകം യേശുവിൻ നാമത്തിൽ ശക്തിയോടെ അക്കാര്യങ്ങൾ അടിച്ച് അന്യഭാഷയോടെ അക്കാര്യമടിച്ച് അന്യഭാഷയോടെ അക്കാര്യമടിച്ച് അന്യഭാഷയോടെ അക്കാര്യമടിച്ച് അന്യഭാഷയോടെ വരേണ്ടതുപോലെ ഈ പ്രിയ സഹോദരനെ തടഞ്ഞിരിച്ച ആ തടസ്സത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ അവനെ ശാസിക്കുകയാണ്. എല്ലാവരും കരമടിച്ച ആത്മാവ്, എല്ലാവരും കരമടിച്ച അന്യഭാഷകൾ, എല്ലാവരും കരമടിച്ച അന്യഭാഷകൾ, എല്ലാവരും കരമടിച്ച അന്യഭാഷകൾ. ആണ്ടവരോട് അവനെ പരിശുദ്ധാവിയെ പേശുവാ, ആണ്ടവരോട് പരിശുദ്ധാത്മാവിൽ പേശുവാ, ആണ്ടവരെ പരിശുദ്ധാവിനെ പേശണ്ട, ആണ്ടവരെ പരിശുദ്ധാവിനെ പേശണ്ട. യേശുവിന്റെ നാമത്തിൽ കത്തുന്നു അഭിഷേകം കത്തുകയാണ്. അഭിഷേകം കത്തുന്നു യേശുവിന്റെ നാമത്തിൽ. നാലാമത്തെ സഭയോട് ഒരു പ്രാവശ്യം പറയുന്നു,
വരുന്ന ഏപ്രിൽ മാസവും വരുന്ന 10-ാം മാസവും സഭയ്ക്ക് ഒരു വിടുതലാണ്. 9-ാം മാസത്തിന്റെ 24-ാം തീയതി തുടങ്ങുന്ന അന്ന് മുതൽ സഭ ഒരു രണ്ടാമത്തെ ബ്രേക്ക് ത്രൂവിലേക്ക് സഭയെ ദൈവം കൊണ്ടെത്തിച്ച് ഒരു എളുപ്പതിനാവി ഈ സഭയ്ക്കകത്ത് എളുപ്പി ആ ആവി ആത്മാക്കള് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഒരു വിശേഷ അഭിഷേകത്തിന് ഒരു സമയമായി ഇന്ന് സമയാന്തം മാറ്റുന്ന ഒരു revelation. Hallelujah, Jesus. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്നവർ രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഇത് കൈ കൊടുത്താട്ടെ. ഫേസ് ടു ഫേസ് കൈ കൊടുത്താട്ടെ. രണ്ടുപേർ ഒരു 2-3 സെക്കൻഡ് നമുക്ക് രണ്ടുപേർ അന്തരീക്ഷം കളയരുത്. രണ്ട് കരങ്ങളെ മുടി ഉയർത്തി ഹല്ലേലൂയ അഭിഷേകം ഒവ്വൊരു അഗ്നിയായി
അഗ്നി ജ്വാലയായി കർത്താവ് ഓരോരു ഭയപ്പെടുത്ത പോകുന്നതാണ്. ഇന്ന് മുതൽ ஆவிக்குரிய வாழ்க்கை வித்தியாசத்தை கொண்டு வர போகிறார். இன்றைக்கு முதல் ஆவிக்குரிய வாழ்க்கை மாற்றத்தை கொண்டு வர போகிறார். ஒரு ஜெபத்தில் ஒரு மாற்றத்தை கொண்டு வர போகிறார். வேத வாசிக்கிற மாற்றத்தை கொண்டு வர போகிறார். ஆவிக்குரிய வாழ்க்கையில சத்துருடைய கோட்டைகளை தகர்க்கும்படியால் ஒரு பரிபூர்ண ஆவிக்குரிய பலனை அந்த சபைக்குள் கொடுக்கிறார். சபையோட நேசிக்கிறீங்களா? சபையோட நேசிக்கிறீங்களா? நீ பேசின ஒவ்வொரு வார்த்தைகளுக்காக சொல்றோம். சபையாய் சேர்ந்து ஆமேன் என்று ஏற்றுக்கொள்கிறோம். மோசே சபையை பார்த்து பேசின பொழுது ஜனங்கள் எல்லாம் அப்படியே செய்வோம் என்று சொன்னார்கள். அப்படி தாசன் ஐயண்டவரே மகன் மூலமாய் பேசின வார்த்தைகளுக்காக நாங்கள் கரங்களை உயர்த்தி ஆம் என்று சொல்கிறோம். எல்லா கரங்களை உயர்த்தி ஆம் அப்படியே செய்வோம். ஆம் அப்படியே செய்வோம். ஆண்டவரே உன் அபிஷேகம் அப்படியே பற்றி எறிவதாகப்பா. உன் அபிஷேகம் அப்படியே பற்றி எறிவதாக. உன் அபிஷேகம் அப்படியே பற்றி எறிவதாக. கர்த்தாவே உம்முடைய பிரசன்னத்துக்காக நன்றி. இந்த நாளில் எங்களுக்கு ஆசீர்வாதத்தை தந்தீர்கள். மகனை கொண்டு வந்து எங்கள் மேல் இருக்கிறதான அன்பை வெளிப்படுத்தினீர்கள். சபைக்குரிய வார்த்தைகளை தந்தீர் ஆண்டவரே. என்னை எழுப்பி ஓட எங்களை அக்கினி ஜுவாலையாய் மாற்றிருக்கிறீர்கள். ஒவ்வொரு குடும்பத்தையும் மறைத்துக் கொள்ளுங்கள். ஒவ்வொரு சபைக்கு ஒரு அக்கினி ஜுவாலைகளாய் காணப்படுகிற அக்கினி ஜுவாலைகளாய் காணப்படுகிற விஷயம் காட்டுகிறேன். மறைத்துக் கொள்ளுங்க. இந்த வாரத்தை கத்தர் ஆஸ்வதிங்க. இந்த வாரம் முழுவதும் நடக்கிற எல்லா ஊழியங்களையும் கத்தர் ஆஸ்வதிங்கப்பா. எங்கள் போக்கில் வரத்தில கூட இருக்கு கத்தோட கிருபை கூட இருக்கும்படியாக செபிக்கிறோம். ஆண்டவரே இந்த விடுமுறை நாட்களை கிறிஸ்துவின் சமூகத்தின் பிரயோஜனமாய் பயன்படுத்திக் கொள்ள கத்தர் எங்கள் கிருபை தரும்படியாக செபிக்கிறோம். ஆண்டவரே அப்பா அவருடைய சமூகத்தில் ஒவ்வொரு தாழ்த்துகிறோம். ஆண்டவரே தம்முடைய மகனை இன்னும் வல்லமை எடுத்து பயன்படுத்துகிறார். ஆண்டவரே அனைவருக்கு இன்னும் பிரயோஜனமாய் மாறகத்தை கிருபை செய்யுங்க. அவனுடைய குடும்பத்தையும் அவனுடைய சபையையும் விசுவாசிகளை குடும்பங்களையும் கத்தரை ஆசீர்வதிப்பீராகப்பா. இந்த சபையாரை சேர்ந்து பிளஸ் பண்றோம் டாடி. அந்த அன்புக்காக நன்றி ராஜா. சகல துதிகன மகிமையாக செலுத்துகிறோம். இயேசுவின் நாமத்தில் ஜெபிக்கிறோம் எங்கள் ஜீவனுள்ள பிதாவே. ஆமென். நான் சேர்ந்து சொல்லுமே ஆத்துமாவே கர்த்தரை ஸ்தோத்திரி. எங்களோட கடந்து பிரார்த்தனை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை கர்த்தரை ஸ்தோத்திரி. ஆமென். ஆமென். நான் சொல்லும்படி கர்த்தராகிய இயேசு கிருபையும் பிதாவாகிய தேவனுடைய பரிசுத்தமாகிய அதிகம் ஸ்நேகம் இந்த சபாகாரங்களிலும் ஆண்டவராகிய இயேசு வரைவரையும் சகல பரிசுத்தவான்களோடும் சபையோடும் நம் அனைவரோடும் தேவனுடைய வார்த்தை பகிர்ந்து கொள்ள நம்முடைய தாசனோடு கூட இருப்பதாக. ஆமென். ஆமென்.